ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. വാക്ക് വിത്ത് വി സിയുടെ വെബിനാർ സീരീസിലെ 13ാമത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് വാക്ക് വിത്ത് വി സി എന്ന് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്. ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി, ഡോക്യുമെന്റേഷൻ, അതോടൊപ്പം കൺസർവേഷൻ എന്നീ 3 ആശയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ വെബിനാറും അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പുകൾക്ക് പുറമെ മറ്റൊരു പുതിയ പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബേർഡിംഗ് ചാലഞ്ച് ആയിരുന്നു. സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേർഡിംഗ് ചാലഞ്ച് നടത്തിയിരുന്നു. അതിന്റെ സമാപനം ജൂൺ 30-നായിരുന്നു. പിന്നീട് നമ്മൾ മൺസൂൺ കാലത്ത് എന്ന നിലയിൽ അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചത് വാക്ക് വിത്ത് വി സി എന്ന കൂട്ടായ്മയെ കുറിച്ചാണ്. അപ്പൊ ഈ മൺസൂൺ കാലത്ത് നമ്മൾ 2 ചാലഞ്ചാണ്. ഒന്ന് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒഡോണേറ്റ് ചാലഞ്ചും, മറ്റൊന്ന് 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ആംഫിബിയൻ ചാലഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ മോത്ത് വീക്കിന്റെ ഭാഗമായിട്ട് അല്ലെ ദേശീയ നിശാശലഭ അല്ലെങ്കിൽ രാപ്പാറ്റ വാരത്തോടനുബന്ധിച്ചാണ് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വെബിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ, ഇന്ത്യയിൽ തന്നെ ഈ ഒരു രാപ്പാറ്റ പഠനത്തിൽ അല്ലെ മോത്ത് പഠനത്തിൽ വളരെ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ വളപ്പിലാണ്. ബാലകൃഷ്ണൻ വളപ്പിൽ ഏതാനും നിമിഷങ്ങൾക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ 2007 ബാലകൃഷ്ണൻ വളപ്പിലിനെ പരിചയപ്പെടുന്നത്. ബാലകൃഷ്ണൻ വളപ്പിൽ ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് കാലമായിട്ട് വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്ത്, പ്രത്യേകിച്ച് ബേർഡിംഗ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് ചിത്രശലഭങ്ങളെ കുറിച്ചും നിശാശലഭങ്ങളെ കുറിച്ചുമാണ് കൂടുതലായിട്ട് പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നിശാശലഭ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ മുഴുകിയിരിക്കുകയാണ്. സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോഴും. സ്ക്രീൻ കാണുന്നുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട്. തുടങ്ങാൻ തോന്നുന്നു. തുടങ്ങാം. സ്വാഗതം. താങ്ക് യു. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. സ്ക്രീനും കാണുന്നുണ്ട്, നിങ്ങളെയും കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. തുടങ്ങിക്കോ. അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. നമ്മള് കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ സാവകാശം തുടങ്ങാം. ഇത് എന്റെ ലാപ്പിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പം മിസ്സിന്റെ ലാപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. മ്യൂട്ട് ആയി പോയിട്ടുണ്ട് വളപ്പിൽ സാർ. ഓഫ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ. അല്ല, പ്രസന്റേഷൻ വന്നല്ലോ. വന്നു. ഓക്കെ. വളപ്പിൽ സാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓക്കെ. അപ്പൊ ഞാൻ തുടങ്ങി. ഇതൊരു പ്രസന്റേഷൻ അല്ല, കുറച്ച് ചിത്രങ്ങളൊക്കെ ആയിട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോവുക. അപ്പൊ നമ്മള് ഇവിടെ കാണിക്കുന്ന ചിത്രം, എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് ആദ്യം തന്നെ. സോറി ഫോർ ദ ഡിലേ, ഇത്രയും വെയിറ്റ് ചെയ്യിച്ചതിൽ ക്ഷമിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറയുന്ന ഒരു മോത്തിന്റെ ചിത്രമാണ്. ഇത് അഗത്യ ലൈസനാരിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഈ സ്പീഷീസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ കാറ്റർപില്ലർ ഫീഡ് ചെയ്യുന്ന നമ്മളുടെ ഒരു ഉടകപ്പാല എന്നൊക്കെ ഇവിടെ പറയുന്ന ഒരു പാലുള്ള മരത്തിലാണ്.
അപ്പൊ ഇതിന്റെ ഷൂട്ട് ആണ് ഇത് ഭക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ ആദ്യത്തെ ചിത്രം, ഈ ഒരു ചിത്രം ഇതിൽ കാണാം. നമുക്കറിയാം ജോമെട്രിയുടെ അതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് തലയുടെ ഭാഗം, വാലിന്റെ ഭാഗം, പിന്നറ്റവും മുന്നറ്റവും മാത്രം ഇലകളിലോ കമ്പിലോ ഒക്കെ സ്പർശിച്ചിട്ടാണ്. അപ്പൊ ഇവർക്ക് ഈ ഷൂട്ട്, നിങ്ങൾക്കറിയാം കുടകപ്പാലയുടെ ഒരു ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് പാല് വരും. അപ്പോ ഷൂട്ടിലാണ് ഇവ മുട്ടയിടുക. മുട്ടയിട്ടിട്ട് ഈ മുട്ടയിൽ നിന്ന് ഇവൻ പുറത്ത് വരുമ്പോഴേക്കും ഈ ഭക്ഷിക്കുന്ന, ഒരു മിനിറ്റ്, എന്റെ സ്ക്രീനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പാലിൽ ഇവൻ ടച്ച് ചെയ്യാതെയാണ് മൂവ് ചെയ്യുക. അതിന് ഈ ലൂപ്പിംഗ് സഞ്ചാരം ഇവനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പൊ ഇതില് അങ്ങനെയാണ് അവന്റെ സഞ്ചാരം. ഇതില് ഈ ക്ലവർനെസ് ഒന്നും ഒരു പാരസൈറ്റിന്റെ മുന്നില് രക്ഷപ്പെടാൻ പറ്റിയതല്ല. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു പാരസൈറ്റിന്റെ എഗ്ഗ് കാണാം. അപ്പം പ്രകൃതിയില് വലിയൊരു അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഇവര് രക്ഷപ്പെടാതെ പോകും. അപ്പോ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഇത് കുടകപ്പാലയിലായതുകൊണ്ട് ഇത് അൺപാലറ്റബിൾ ആയിരിക്കണം. കാരണം ഒരു മിൽക്ക് അതിന്റെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അൺപാലറ്റബിൾ ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശലഭത്തിനെ മിമിക് ചെയ്യാൻ സാധ്യതയുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ ഇതാണ് നമ്മള് അഗത്തിയ എന്നുള്ള സ്പീഷീസിൽ ഇപ്പൊ ഞാൻ തന്നെ ഇത്രയും 67 സ്പീഷീസ്, അത് ഒന്നിലാണ് ഐഡന്റിഫൈഡ് ആണ്. ബാക്കി ബാക്കി 6 സ്പീഷീസുകളും മിക്കവാറും ഇതിനെ മിമിക് ചെയ്യുന്നതായിരിക്കാം. ആ മിമിക്രി 2 രീതിയിലും ആവാം. കാരണം ഇതില് മറ്റുള്ള ശലഭങ്ങളൊന്നും ഞാൻ റിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം മിൽക്ക് വീഡ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പാലറ്റബിൾ അൺപാലറ്റബിൾ നമുക്ക് അറിയില്ല. അപ്പൊ ഇതിൽ ഉള്ളറിയനും അതുപോലെ ബാറ്റീസിയനും 2 മിമിക്രികളും വർക്ക് ചെയ്യുന്നുണ്ടാവണം നമ്മൾ ശലഭങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇനി മറ്റൊരു ചിത്രം കാണിച്ചിട്ടുള്ളത്, ഇത് ഒരു എൻഡോക്രോസിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. അതില് അതിന്റെ സ്പീഷീസിന്റെ പേരിലുള്ള കാര്യം, ഇത് ഞാൻ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു സാധനമാണ്. ഒരു ബട്ടർഫ്ലൈ സർവേയുടെ സമയത്ത് കാട്ടില് ഒരു ഉണങ്ങിയ ഇലയില്, ഒരു മരത്തില്, ഒരു ചെറിയ മരമാണ് പക്ഷെ വലിയ ഇലകളാണ്. മരം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, കാരണം അതിൽ മരത്തില് ഉണങ്ങാത്ത ഇലകളൊന്നും ഇല്ലായിരുന്നു. ഒരു ഉണങ്ങിയ ഇലയിൽ ചുരുട്ടി കൂട്ടിയ ഒരു ഉണങ്ങിയ ഇലക്കകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിനെ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് നിറയെ ഡ്രൈ ആയിട്ടുള്ളതിന്റെ ഡ്രോപ്പിക്സിന്റെ നടുക്ക് ഒരു ശലഭപ്പുഴു ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഹൈബർനേറ്റ് ചെയ്യുമ്പോൾ അപ്പം ഈ ക്രാബിഡ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു സെല്ലായിരിക്കും, ആ സെല്ലിനകത്തായിരിക്കും ഉണ്ടാവും. ആ സെല്ലിനകത്ത് മിക്കപ്പോഴും അതിന്റെ ഡ്രോപ്പിങ്സ് ഉണ്ടാവും. ഈ ഡ്രോപ്പിങ്സിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ഉറുമ്പുകളോ അല്ലെങ്കിൽ അത് ഭക്ഷിക്കുന്ന മറ്റുള്ള ചെറിയ ജീവികളുടെ ഒരു കമ്പനി അതിനുണ്ടാവും. ഈ കമ്പനി പലപ്പോഴും ഇതിന്റെ സുരക്ഷയ്ക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും, മറ്റുള്ള പ്രിഡേറ്റേഴ്സ് ഒന്നും വരാത്ത രീതിയിൽ. അപ്പൊ ഈ ഇലക്കകത്ത് ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പെല്ലറ്റ്സ്, ഡ്രൈ പെല്ലറ്റ്സ് ഒരു ഷീൽഡായിട്ട്, ഒരു തെർമോ സീലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് അതിനകത്ത് ചുറ്റും ഇത് ചുരുട്ടി കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് ഇവർ ചെയ്യുക. അപ്പൊ പ്രതികൂല കാലാവസ്ഥ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു മഴ വരുമ്പോൾ ഇവർക്ക് സിഗ്നൽ കിട്ടും, ഈ കൂട് നനയും, കൂട്ടിന്റെ ഉള്ളിൽ കൂടെ അതിന്റെ ജലാംശം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് സമയം പുറത്തു വരാനുള്ള സമയമാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്യൂപ്പേറ്റ് ചെയ്തിട്ട് അത് പുറത്തു വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഈ സാധനം ഈ ഒരു
കാറ്റർപില്ലറിനെ ഒന്നിനെ ഞാൻ ഉടനെ തന്നെ ഓപ്പൺ ചെയ്തു. അപ്പൊ അത് ഉടനെ തന്നെ അടുത്ത ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അത് പ്യൂപ്പേ ആയിട്ട് പുറത്തു വന്നു ചെയ്തു. ഒരെണ്ണം കുറെ കാലം വീണ്ടും സൂക്ഷിച്ചു, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും പ്യൂപ്പേ ആയിട്ട് പുറത്തു വന്നു. ഇനി നമ്മൾ സാധാരണ കാണുന്ന ചില ശലഭങ്ങളാണ് കാണിക്കുന്നത്. ഇതെല്ലാം യൂഡോസിമ അല്ലെങ്കിൽ നമ്മളുടെ പഴന്തി ഫ്രൂട്ട് പിയേഴ്സ് മോൾസ്, അതായത് പഴങ്ങൾ, ആപ്പിള്, ഓറഞ്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഴങ്ങളിലൊക്കെ പിയേഴ്സ് ചെയ്തിട്ട് അതിന്റെ നീര് കുടിക്കുന്ന ശലഭങ്ങളാണ് കാൽപ്പിനിയ എന്നുള്ള ഫാമിലിയിൽ റിബിഡ എന്നുള്ള കുടുംബത്തിലുള്ള ചില ചിത്രങ്ങളാണ് കാണുന്നത്. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത, ഇതിന്റെ ഹൈമിങ്ങിന് ഒരു പ്രത്യേക പാറ്റേൺ ആണ്. അതായത് എല്ലാത്തിനും ഒരു സിമിലർ സ്വഭാവമുണ്ട്. ഒരു രണ്ട് കണ്ണ് അല്ലെങ്കിൽ ഒരു മകം തുറന്നു പിടിച്ചാൽ ഒരു മുഖത്തിന്റെ രൂപം നമുക്ക് കാണാൻ പറ്റും. ഏതോ ഒരു ജീവിയുടെ, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ജീവിനെ സങ്കല്പിക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇവർക്ക് വേറൊരു ബിഹേവിയർ ഉണ്ട്. അത് ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവര് പറന്ന് ഫീൽഡിലൊക്കെ ഇവർ പറന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഒന്ന് തലകുത്തനെ ഇരുന്നിട്ട് ഇത് തുറന്നു കാണിക്കും. എന്നിട്ട് കുറച്ചു നേരം തുറന്നു വെച്ചിട്ട് ഒറ്റ അടക്കണം. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഇത് കാണും. അപ്പൊ അടച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്യാമോഫ്ലാഷ് ആണ്. ചിറകിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കുക, ഇതൊരിക്കലും ഇരിക്കുന്ന പ്രതലവുമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാമോഫ്ലാഷ് ആയിരിക്കും. അപ്പോ മാത്രമല്ല ഈ പൂർണ്ണമായിട്ടുള്ള ഈ ചിറകുകളൊന്നും കാണുന്നില്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടില്ല, അതിങ്ങനെ കൂട്ടിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോ അങ്ങനെ ഉള്ള ഈ ശലഭങ്ങളെ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ പറക്കുമ്പോൾ ഇവർ വളരെ വ്യക്തമായിട്ട് കാണും. പക്ഷികളും പ്രിഡേറ്റേഴ്സും വാട്ടെവർ ബീഡ് പക്ഷികളാണ് പ്രധാനമായിട്ട്. അപ്പം ഈ പക്ഷികൾ കണ്ടിട്ട് ഈ പറന്ന് അതിന്റെ പിന്നാലെ പോകുന്ന, അതായത് ഉടനെ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് പറക്കുന്ന ശലഭങ്ങളാണ്. തൊട്ടടുത്തുള്ള മരത്തിൽ ഇരിക്കുമ്പോഴേക്കും ഇവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് ഒരു ഭീകര ജീവിന്റെ തലയായിട്ട് തലയുടെ ഒരു ഫീലിംഗ് ഉണ്ടാകും. കണ്ണും ഈ മൂക്കും എല്ലാം ഒരു ജീവിനെ സങ്കല്പിക്കാൻ പറ്റും, ഒരു ജീവിയുടെ ഫേസ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷികള് അങ്ങനെയുള്ളതൊക്കെ ഇത് ത്രട്ടിന്റെ ഒരു സൂചന കിട്ടുമ്പോഴേക്ക് പക്ഷികൾ അവിടുന്ന് രക്ഷപ്പെടും. അപ്പം ഇങ്ങനെ ആ ഒരു ത്രട്ട് ഉണ്ടാക്കാനും പിന്നെ കുറെ കഴിയുമ്പോൾ പക്ഷികൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇങ്ങനെ പറക്കുന്ന ഈ ശലഭങ്ങൾ അവിടെ പോയിരുന്ന് ഈ ഒരു ജീവിയുടെ സ്വഭാവം ഉണ്ടാക്കുമ്പോൾ ഈ പറക്കുന്നതിന് പിന്നാലെ ഇവർ പോവാതിരിക്കും. ഒന്ന്, അതൊരു ത്രട്ടായിട്ടാണ് തോന്നുക, ഇതൊരു പാലറ്റബിൾ സാധനമാണെന്ന് അറിയില്ല, ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു തന്ത്രത്തിൽ ഇവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഫീച്ചേഴ്സിന്റെ പ്രത്യേകത. അങ്ങനെ മൂത്തുകളായാലും ശലഭങ്ങളായാലും ഓരോന്നിനും അതിന്റെ ചിറകിലുള്ള പാറ്റേണുകളിൽ ഒരു അർത്ഥം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് തലകുത്തനെ കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്, നമുക്ക് സങ്കല്പിക്കാവുന്നതുള്ളൂ അതിലൊരു ജീവിനെ. ഇത് മറ്റൊരു ശലഭമാണ്. ഒരു ശലഭം എത്ര മുട്ട ഒരു സമയത്ത് ഇടും, അല്ലെങ്കിൽ അതിന്റെ വയറിൽ ജനിക്കുമ്പോൾ തന്നെ മുട്ട ഉണ്ടാവും. പെൺശലഭത്തിന്റെ വയറിൽ ജനിക്കുമ്പോൾ തന്നെ മുട്ടയുണ്ടാവും എല്ലാ ശലഭങ്ങളുടെയും. അപ്പൊ ആ മുട്ട ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ചെയ്തത്. അപ്പം ശലഭങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഈ വയറിനകത്ത് ഉണ്ടാവുന്ന എല്ലാ മുട്ടകളും ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു പോവില്ല. പക്ഷെ നിശാശലഭങ്ങളിൽ ഇത് പലതും പല രീതിയിലാണ്. ചിലത് ശലഭങ്ങളെ പോലെ ഒരു മുട്ടയായിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ സ്പിങ്കിഡ്സ് മുഴുവൻ അങ്ങനെയാണ്, ഒരു മുട്ടയെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുകയുള്ളൂ. പിന്നെ ചിലത് 2, 3, 4 നമ്മളുടെ കുറോബ സാങ്കരിഡ
ഒരു 5-6 മുട്ടയാണ് ഒരു സ്ഥലത്ത് ഇടുക. പിന്നെ വേറെ ചിലതാണെങ്കിൽ കൂട്ടായിട്ട് പലതും ഇപ്പം നമ്മളുടെ പല ശലഭങ്ങൾ ആക്ടിനെ പ്രത്യേകിച്ചും ഇവര് ആക്ടിനെ ലൈമാൻഡിനെ ഇതൊക്കെ മുട്ട ഒറ്റയടിക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് നിക്ഷേപിച്ച് പോവുകയും ചെയ്യുക. പ്രത്യേകിച്ചും പോളിഫാഗസ് ആയിട്ടുള്ള ഒലീപ്പ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സ്പൈലാക്ടിയ കൂർഗൻസിസ്, ഇത് നമ്മളുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ശലഭമാണ്, എൻഡമിക് ആണ്. ഇത് അടുത്ത കാലത്ത് സെഡസയിലെ സയന്റിസ്റ്റുകളാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഈ പടം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നാണ്. അയാളുടെ വീട്ടില് മുറ്റത്ത് തറയില് വീടിന്റെ ഫ്ലോറില് മുട്ടയിടുന്നത് കണ്ടിട്ട് എടുത്ത് അയച്ചതാണ്. അപ്പൊ ഞാൻ ഈ മുട്ടകൾ എണ്ണിയപ്പോൾ ഇതില് 1300 എഗ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് എണ്ണാൻ പറ്റും. അത് 20 എണ്ണം 25 എണ്ണം മറ്റുള്ള നമ്പേഴ്സ് ഒക്കെ ഓരോ കളറാക്കിയിട്ട് ഞാനത് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മുട്ടകൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ വയറ്റിൽ എത്ര ഉണ്ട് എന്നുള്ളതിനുള്ള ഉത്തരവില്ല. അപ്പൊ ചുരുങ്ങിയത് ആ ശലഭത്തിന്റെ ഒരു കൂർഗൻസിസിന്റെ ഒരു ബാച്ച് എഗ് എന്ന് പറയുന്നത് ചുരുങ്ങിയത് 1300 എണ്ണം ഉണ്ടാവും. അപ്പൊ ശലഭങ്ങളില് എത്ര മുട്ട വരെ ആവാന്നുള്ളതിന്റെ ഒരു പരമാവധി അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന 1300ന്റെയും എത്രയോ മുകളിലാണ് എന്നുള്ളതാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കും ശലഭത്തിന്റെ വയറ്റിൽ ജനിക്കുമ്പോൾ എത്ര മുട്ടകളുണ്ട്. അപ്പൊ ശലഭത്തിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണ ഇല്ലാത്ത ഒരാളുടെ ചിന്തയിൽ പോലും ഉണ്ടാവില്ല ഇത് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ വയറ്റിൽ മുട്ടയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ മുട്ട ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, ഇത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും അതറിയുന്നുണ്ട്. പക്ഷെ ഇനി എത്ര മുട്ട ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയാവുന്ന ഉത്തരം മാക്സിമം 1300 ആവാം ഏതെങ്കിലും ഒരു ശലഭത്തിന്റെ. എല്ലാ ശലഭങ്ങളും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതാണ് സ്പൈലാക്ടിയ കൂർഗൻസിസ്. ഈ കാറ്റർപില്ലറിനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാറ്റർപില്ലറാണ്. ഇത് കൂട്ടമായിട്ട് മുട്ടയിട്ടിട്ട് കൂട്ടമായി വിരിഞ്ഞിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ആദ്യത്തെ കുറെ ഇൻസ്റ്റാറുകൾ ഉണ്ടാവുക ഒരു ചെടിയിൽ. അതായത് പ്ലാൻ സ്പെസിഫിക് അല്ല, പോളിഫാഗസ് ആണ്, എന്തും തിന്നും, ഏത് ചെടിയും ഭക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ള ശലഭമാണ്. അങ്ങനെ ആ ഒരു ചെടി മുട്ടയിട്ട ചെടി തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഈ ശലഭപ്പുഴുക്കള് 4 സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുക. അതായത് എല്ലാ ചെടികളും തിന്നുന്നത് കൊണ്ട് തന്നെ 4 സൈഡിലേക്കും ഇവരിങ്ങനെ കുറേശ്ശെ ഓരോ ഇൻസ്റ്റാറിനനുസരിച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഫൈനൽ ഇൻസ്റ്റാർ എത്തുമ്പോഴേക്ക് ഇവര് ഇപ്പം മുട്ടയിട്ട സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ 100 കിലോമീറ്റർ അല്ല 100 മീറ്റർ അല്ല 200 മീറ്റർ ഒക്കെ അകലെ ഒക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവര് അടുത്ത സ്റ്റേജിൽ, അതായത് ഏറ്റവും പ്യൂപ്പേഷന്റെ സമയമാകുമ്പോഴേക്കും ഇവര് വാണ്ടർ ചെയ്യും, കണ്ടമാനം ദൂരേക്കൊക്കെ പോകും. അപ്പൊ ഇവര് ഒരു കൊക്കൂൺ ഉണ്ടാക്കുക, ഇവരുടെ ഈ രോമങ്ങളും ഈ മോൾട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവര് കൊക്കൂൺ ഉണ്ടാക്കുക. ഈ കൊക്കൂണ് മിക്കപ്പോഴും അലർജി ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും, അലർജിക് ആയിരിക്കും, ഭക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇതിനകത്താണ് ഇവരുണ്ടാവുന്നത്. അപ്പൊ ഈ കൊക്കൂണിന് ജനറലി ഈ കൊക്കൂണിന് വേറൊരു ധർമ്മം കൂടെ ഉണ്ട്. ഇതാണ് ഇവരെ ഹൈബർനേഷൻ എന്നുള്ള ഒരു സംഗതിയില് ഈ മഴയുടെ സിഗ്നല് കിട്ടിയാൽ മാത്രമേ അവർ ആ കൊക്കൂണിന് പുറത്തു വരുള്ളൂ. മിക്കവാറും ആക്റ്റീവ് മോസം മുഴുവൻ അങ്ങനെയാണ്. എല്ലാ മുത്തുകൾക്കും അല്ലെങ്കിൽ ശലഭങ്ങൾക്ക് ഞാൻ അത്രയധികം അത് കണ്ടിട്ടില്ല. ഹൈബർനേറ്റിംഗ് പ്യൂപ്പകളൊക്കെ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആക്റ്റീവ് മോസില് നിങ്ങൾ 6 മാസം 8 മാസം യുക്തറോട്ടിടെ അങ്ങനെ ഈ കണ്ടമാന ഹെയർസ് ഉള്ളതെല്ലാം തന്നെ ഇത്തരം കൊക്കൂണുകൾ ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ ഇപ്പോ നടക്കുന്ന ഒരു പ്രതിഭാസം, അതായത് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് മാക്രോബോസിസ് ജിഗാസ് എന്ന് പറയുന്ന ശലഭമുണ്ട്. ആക്റ്റീവ് ആണ്, എറിബിഡെ ഫാമിലിയിലാണ്. ഈ ശലഭം മഴ പെയ്ത് ഉടനെ ധാരാളം പുറത്തു വരും. പിന്നെ ഇവൻ മുട്ടയിട്ടിട്ട് ഒരിക്കലും ഒരു ബ്രൂഡും അതിന്റെ ഇടയിൽ പിന്നെ പുറത്തു വരില്ല. നിങ്ങൾ ജൂൺ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഈ ശലഭത്തിനെ കാണില്ല. വളരെ അപൂർവമായിട്ട് കണ്ടെങ്കിലുള്ളൂ, സാധാരണഗതിയിൽ കാണില്ല. അങ്ങനെ
ഈ ഹെയറി കാറ്റർപില്ലേഴ്സ് ഇവര് ഭക്ഷിക്കുന്നതാണ് ഏറ്റവും വിചിത്രം. ഇവര് ഈ മരത്തിന്റെ മുകളിലുള്ള തൊലിപ്പുറത്തുള്ള ഈ ആൽഗയാണ് കഴിക്കുക. ആൽഗ എന്ന് പറയുന്ന ആ തൊലിപ്പുറത്തുണ്ടാവുന്ന അത് ആൽഗയാണോ ഇനി അതിന്റെ തൊലിയുടെ അവശിഷ്ടങ്ങളാണോ കഴിക്കാന്ന് എനിക്കിപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. എന്തായാലും ഞാൻ ഇതിനെ റിയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അറ്റ് പ്രസന്റ് എന്റെ അടുത്തൊരു കാറ്റർപില്ലർ ഉണ്ട്. ഇതിനെ ഒരിക്കലും ഞാൻ റിയർ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിന്റെ കാറ്റർപില്ലറിന് കിട്ടുന്ന വളരെ വലിയൊരു കാറ്റർപില്ലർ, അതായത് ഏറ്റവും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാറ്റർപില്ലറാണ്. ഈ കാറ്റർപില്ലറിനെ ഞാൻ ഒരു 2-3 മാസം ഭക്ഷണം കൊടുത്തിട്ട് പോയിട്ട് 6 പ്രാവശ്യം മോൾട്ട് ചെയ്തു. എന്റെ കയ്യിൽ വെച്ചിട്ട് 6 പ്രാവശ്യം മോൾട്ട് ചെയ്തു. ഈ 6 പ്രാവശ്യം മോൾട്ട് ചെയ്തതിന് ശേഷം ഇത് പ്യൂപ്പയാവുന്നത് ഇതിന്റെ ഈ ഹെയർസ് ഒക്കെ കൂടെ അപ്പോഴേക്കും ഈ ഹെയർസ് ഒക്കെ ബ്രിട്ടിലാവും. അതാണ് ഈ ഒരു സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവരുടെ മിക്കവാറും എല്ലാം ഹെയർസ് ഉണ്ടാവും. ഈ ഹെയർസ് കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു കൊക്കൂണിനകത്താണ് ഇവർ പ്യൂപ്പേറ്റ് ചെയ്യുക. ഈ വൺസ് ഇവര് പ്യൂപ്പേഷൻ ആയി കഴിഞ്ഞിട്ട് ഈ ഹെയർസ് മുഴുവൻ ബ്രിട്ടിലാവും. നമ്മൾ ഒരു സ്പർശം കൊണ്ട് ഇത് പൊട്ടി അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ എവിടെയും കുത്തിക്കയറും. വിരലിലൊക്കെ കുത്തിക്കയറി ഉടനെ അത് പൊട്ടിപ്പോയി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ എന്റെ തമ്പില് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്യൂപ്പയുടെ പടം എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ തമ്പിൽ ഇതിന്റെ ഇത് കുത്തിക്കയറിയിട്ട് ഞാനത് എടുത്തു മാറ്റാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കാണണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. കാണാം. ഞാൻ ചില ലൈഫ് സൈക്കിളുകള് അതിന്റെ പ്രത്യേകതകളും പറയാം. ഇത് അസോട്ട കാരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശലഭമാണ്. ഇത് നമ്മളുടെ ഹിസ്പിഡ എന്ന് പറയുന്ന ചെടിയിലാണ് ഉണ്ടാവുക. നമ്മളുടെ ഇവിടെ കൊയല എന്നാ പറയുക, മലപ്പുറം ജില്ലയില്. ഈ ഒരു കുടുംബത്തിലുള്ള ഇതുപോലെ തന്നെ അസോട്ട കാനറൈക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് ഈ ഡേ പ്ലാന്റിലാണ് ഉണ്ടാവുക. ഇവരുടെ രണ്ടും ശലഭപ്പുഴുക്കളെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. കൊയലയില് ഒരു സെല്ല് ഉണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്താണ് ഉണ്ടാവുക. ഈ കാഷ്ടങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അതിന്റെ കൂടെ ഒരുപാട് ജീവികൾ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഉള്ള സാധനമാണ്. അപ്പൊ ഈ അസോട്ടകള് നമുക്ക് ഒരു 5-6 ഉണ്ട്. 1/2 ഡസൻ അസോട്ട ഉണ്ട്. ഇതില് 3 റിയർ ചെയ്തിട്ടുണ്ട്. ആ 3 ഇതിലാണ്. പിന്നെ അസോട്ട പ്ലാന എന്നൊക്കെ പറയുന്നത് വേറെ ഹൗസ് പ്ലാന്റുകളാണ്. ഇതാണ് സിയാന. ഇതിന്റെ പ്യൂപ്പ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ചുമരിലൊക്കെ ചുറ്റൊരു വേലിയായിട്ട് ഉള്ള പ്യൂപ്പകള് സാധാരണഗതിയിൽ മഴക്കാലം തുടങ്ങി കഴിയുമ്പോഴാണ് ഇവരുടെ പ്രജനനം തുടങ്ങുക. ഹെയറി ആയിരിക്കും, ആക്റ്റീവ് ആണ്. ഈ ചുമരുകളിലെ മിക്കവാറും വീടിന്റെ ചുമരിലൊക്കെ നിങ്ങൾ ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള വളരെ ചിരപരിചിതമായിട്ടുള്ള ഒരു പുഴുവാണ്. ഇത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ, കാരണം അതിൽ 4 സ്പീഷീസ് ഉണ്ട് നമുക്ക്. അതിലുള്ള ഒരു സ്പീഷീസിനെയാണ് ഇപ്പോ കാണിച്ചിട്ടുള്ളത്. ഇത് ചുമരില് നമ്മളുടെ ഒരു പച്ച കളറിലുള്ള നമ്മൾ പായൽമം അല്ലെങ്കിൽ പൂക്കൽ എന്നൊക്കെ പറയുന്ന അതിലാണ് പ്രജനനം നടത്തുക. ഇത് യൂഡോസിമ നമ്മൾ സാധാരണ കാണുന്ന ഇതിന്റെ പുഴു. വളരെ വിചിത്രമായിട്ടുള്ള യൂഡോസിമ സ്പീഷീസിന്റെ എല്ലാത്തിന്റെയും പുഴുക്കള് ഈ ഒരു ഷേപ്പില് ഒരു എസ് ആകൃതിയില് തല ഉള്ളിലാക്കിയിട്ട് മറച്ചു വെച്ചുകൊണ്ടാണ് ഇരിക്കുക. ഇത് നമ്മളെ ഈബർണിക്യൂട്ട, ടിനോളിയസ് ഈബർണിക്യൂട്ട, ടിനോളിനെ എന്ന് പറയുന്ന സബ് ഫാമിലിയില് നമ്മളുടെ റിബിഡെ കുടുംബത്തിലുള്ളതാണ്. ഇത് നമ്മളുടെ ഈ ശരറാന്തൽ എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ കാട്ടിലൊക്കെ കാണുന്നത്. അതിന്റെ ഒരു ഗാർഡൻ വെറൈറ്റി ഉണ്ട്. ആ ഒരു ചെടിയിലാണ് മുട്ടയിട്ട് വളരുക. പുഴു വളരെ വിചിത്രമായിട്ടുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. കീപ്പയാവുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലയും അതിന്റെ ബാക്കിയുള്ള
മോൾട്ടും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഇല ചുരുട്ടിയിട്ട് അല്ലെങ്കിൽ ഇലയിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇരിക്കാറ്. ഇത് ജോമെട്രിയിലാണ് നമ്മളുടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പുഴുവാണ്. ഇതിന്റെ ആദ്യ സ്റ്റേജ് വളരെ ഈ മൂലക്കൽ കാണാം, കറുപ്പില് വെള്ള വരകളായിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പുഴുവിനെ കാണാതെ ഇരുന്നിട്ടുണ്ടാവില്ല. പുഴുക്കൾ എപ്പോഴെങ്കിലും നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ പുഴുവിനെ, ഈ പ്രത്യേകിച്ചും ഈ കറുപ്പില് വെള്ള പുള്ളിയുള്ള വെള്ള വരകളുള്ള അതിന്റെ ഫസ്റ്റിംഗ് സ്റ്റാർ കാറ്റർപില്ലേഴ്സിനെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഐപ്പോസിദ്ര തലാക്ക നമ്മളുടെ നാട്ടിലെ വളരെ കോമൺ ആയിട്ടുള്ള ജിയോമെട്രിക് മൗത്താണ്. അതിന്റെ ബാക്കിയുള്ള സ്റ്റേജുകളാണ് കാണുന്നത്. ഇത് ലോയിപ്പ ഷിൻഡിൽ മേസ്ത്രി എന്ന് പറയുന്ന നമ്മളുടെ ശലഭമാണ്. ഈ ശലഭം വരവർണിനി എന്നാണ് മലയാളത്തിലുള്ള പേര്. അതിമനോഹരമായിട്ടുള്ള ഈ ശലഭം ഞെഴുക് എന്ന് പറയുന്ന ചെടിയിലാണ്, ഇൻഡിക്ക എന്ന് പറയുന്നത് ഞെഴുകിലാണ് മുട്ടയിട്ട് വളരുന്നത്. ഞെഴുകിന്റെ ഇലയില് ഈ ഭീകരരൂപിയായിട്ടുള്ള ഞെഴുകിനെ നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയുടെ അടിയിലൊക്കെ ചിലപ്പോൾ ഇത് തൂങ്ങിക്കിടക്കുക ചെയ്യുക. കാര്യമായിട്ട് ഇലയുടെ അടിയിൽ ഒരു കുടയാക്കി പിടിച്ചിട്ട് അതിന്റെ അടിയിലാണ് ഉണ്ടാവുക. നല്ല മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഇവര് പ്രജനനം നടത്തുന്നത്. എന്നാലും എല്ലാ സമയത്തും ഈ ശലഭത്തിന്റെ അതിന്റെ ഹാബിറ്റാറ്റിൽ കാണാറുണ്ട്. അത് പ്ലെയിൻസിലൊക്കെ ഉണ്ട്, പ്ലെയിൻസിലുള്ള കാടുകളിലൊക്കെ ഇതിനെ കാണാം. അടുത്തത് നമ്മള് ലോയിപ്പ ഷിൻഡിൽ മേസ്ത്രി. ഇത് നേരത്തെ പറഞ്ഞ കൂർഗൻസിസ് തന്നെയാണ്. നമ്മള് ഒരു ജനറൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മള് ഒരു സിലൗട്ട് ഉണ്ടാക്കിയിട്ട് അതില് നമ്മൾ അതായത് ഒരു ഫാമിലി തിരിച്ചറിയാൻ ഈ രീതിയിൽ കഴിയുന്നുള്ള അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫാമിലി ബോംബിസിഡെ ആണ്. ബോംബിസിഡെ നമുക്ക് അധികം ശലഭങ്ങളൊന്നുമില്ല. ഇത് നമ്മളുടെ കാലിഡൂരിഡെ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിലുള്ള ആകെ ഒരു ശലഭേ ഉള്ളൂ. ഇത് ഉറപ്പായിട്ടും സിസിഡെ. പിന്നെ ഇത് ക്രാമ്പിഡെ മോത്ത്. ക്രാമ്പിഡെ മോത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അത് മുന്നിൽ 2 കാല് വെച്ചിട്ടുണ്ടാവും, ചിറക് നിവൃത്തിയായിട്ട് ഉണ്ടാവുക, കാലുകൾക്ക് നീളം കൂടുതലായിരിക്കും, ബോഡി സ്ലെൻഡർ ആയിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് അത് മിക്കവാറും ജനറലി ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നുള്ളത് നമ്മളുടെ ട്രെപ്പാനിഡയുടെ ഒരു പ്രത്യേകത അതിന്റെ മുൻചിറകുകളുടെ അറ്റം അല്പം ഒരു അരിവാളിന്റെ തുമ്പ് പോലെ ഇരിക്കുന്നുണ്ടാവും. മിക്കവാറും എല്ലാ ശലഭങ്ങൾക്കും അങ്ങനെയാണ്. ഇതൊരു ജനറൽ സ്കീമാണ്. എല്ലാത്തിനും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലതിനൊക്കെ വിപരീതമായിട്ടും ഉണ്ടാവും. അടുത്തത് ഇത് നമ്മളുടെ റിബിഡയില് അഗനൈനെ നേരത്തെ കാണിച്ച അസോട്ട, ആ ഗ്രൂപ്പിൽപ്പെട്ട അസോട്ട, അങ്ങനെയുള്ള ഒരു ഡസനോളം സ്പീഷീസ് നമുക്കുണ്ട്. അതിന്റെ ആ ഒരു സബ് ഫാമിലിന്റെ രൂപമാണിത്. ആക്ടിന് റിബിഡയിലെ ആക്ടിനയുടെയും ഷേപ്പ് ഇങ്ങനെയാണ്. നമുക്കറിയാം മാച്ചിന് ആർഗസ് ആണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്നത്. അതിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെയായിരിക്കും. യൂഡോസിമ, നമ്മള് ഫ്രൂട്ട് പിയേഴ്സിങ് നേരത്തെ പറഞ്ഞ സ്പീഷീസുകള് ചിറക് പൂട്ടിയിരിക്കുമ്പോൾ അവര് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് റിബിനെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ശലഭങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. ഇത് ലൈമാൻഡ്രിനയുടെ ഒരു പ്രത്യേകത, അതിന്റെ പെൺശലഭങ്ങൾക്ക് ആന്റിന പെക്ടിനേറ്റഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ നല്ല പെക്ടിനേഷൻ കാണും. ചിറകിന്റെ ഷേപ്പ് ജനറലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മളുടെ യുക്ടറോട്ടിയുടെ മങ്കി മോസ് എന്ന് പറയുന്നതിന്റെ ഒരു ജനറൽ ഷേപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് ജോമെട്രിയുടെ ചിറക് നിവർത്തി വെച്ചിട്ട് മിക്കവാറും അതിന്റെ ഈ ഒരു ചിറകിന്റെ മുന്നറ്റം ഹൊറിസോണ്ടലായിട്ടാണ് മിക്കവാറും ഉണ്ടാവുക. ഇത് ലാസിയോ ക്യാമ്പിഡെ ചിറക് കൂട്ടിയിട്ടാണ് ശ്രമിക്കുക. ഈ അബ്ഡോമന്റെ അറ്റം കുറച്ച് പുറത്തേക്ക് ഉണ്ടാവും, കാലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. മിക്കവാറും അത് ഈ മുൻകാലുകൾ കൊളുത്തിയിട്ടിട്ട് എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് അത് ശ്രമിക്കാറുണ്ട്.
ഇത് ലെമക്കോഡിയുടെ ചിലതൊക്കെ ഈ പിന്നട്ട പൊക്കിയൊക്കെ എല്ലാത്തിനും ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. എങ്കിലും ഈ ഒരു രീതിയിൽ ചിറകുകൾ ചേർത്ത് വെച്ചിട്ട് കൂമ്പിച്ച് അണിയിക്കുക. ഇത് നൊക്ട്യൂയുടെ നമ്മൾ നൊക്ട്യൂയുടെ പല രീതിയിലുള്ള ഷേപ്പുകൾ കാണാമെങ്കിലും ജനറലി നമ്മൾ പെസ്റ്റുകളായിട്ടുള്ള ലിറ്ററാറ്റ പോലുള്ള സ്പീഷീസുകളെ ആ ഒരു നൊക്ട്യൂവിനെ എല്ലാം തന്നെ ഈ രീതിയിലായിരിക്കും ഷേപ്പ് ഉണ്ടാവുക. ഇത് നോളിയുടെ കുറച്ചും കൂടെ വിശാലമായിട്ടാണ് നൊക്ട്യൂയുടെ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ചിറകുകൾ ആണ് ഉണ്ടാവുക. ആന്റിന സ്ലെൻഡർ ആയിരിക്കും. പക്ടിനേഷൻ മിക്കവാറും ഉണ്ടായിരിക്കില്ല. നോട്ടോഡോണ്ടിയുടെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത ഷേപ്പുകളുള്ള ശലഭങ്ങളാണ്. കാറ്റർപില്ലേഴ്സും അതുപോലെ തന്നെ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള കാറ്റർപില്ലേഴ്സ് ആയിരിക്കും. എങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഈ കാലിന്റെ ശരീരത്തോട് ചേരുന്ന ഭാഗങ്ങളിൽ നിറയെ ഹെയറി ആയിട്ടുള്ള, ഈവൻ ചിറകിലും നല്ല ഹെയറി ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മള് ട്രിഫോറിഡേ എന്ന് പറയുന്ന ഒരു മൈക്രോമോത്താണ്. ഈ ഒരു ഷേപ്പിലുള്ള മോത്തുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഈ ഷേപ്പ് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാതെ ട്രിഫോറിഡേ ആണ്. പൈറാലിഡയും നമ്മളുടെ ക്രാമ്പിഡെ പോലെ തന്നെയാണ്. എങ്കിലും ചിറക് അത്ര തന്നെ നിവർത്തി വെക്കാറില്ല. മിക്കവാറും ഒന്നുകിൽ ഹാഫ് ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മുൻചിറകുകൾ പിൻചിറകിന്റെ മുകളിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വിശ്രമ രീതിയാണ് ഉണ്ടാവുക. സാറ്റേണിയുടെ നിങ്ങൾക്കറിയാം, നമ്മളുടെ അറ്റ്ലസ് മോത്ത്, ലോയിപ്പ ഷിൻഡിൽ മെസ്തിരി, അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിയ സെലനിയൊക്കെ ചിറക് വളരെ വിശാലമായി തുറന്നാണ് വിശ്രമിക്കാറ്. സ്പിങ്കിഡ്സ് നമുക്കറിയാം, ഒരു അമ്പ് പോലെയാണ് അതിന്റെ അമ്പിന്റെ ആ കൂർത്ത അറ്റം പോലെയാണ് അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടാവുക. പിന്നെ തൈറീഡിയുടെ മുൻചിറകുകൾ അല്പം ഒരു ചെരിച്ചു വെച്ചിട്ട് ഒരു കൂർപ്പ്, അതിന്റെ ആ അറ്റം കൂർത്ത പോലെ, അല്ലെങ്കിൽ അല്പം ഒരു ബെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് നമ്മൾ കാണുമ്പോൾ അതിന്റെ മുൻചിറകുകൾ ഈ ഒരു ഷേപ്പിലും പിൻചിറക് വളരെ വിശാലമായിട്ട് വരുത്തി വെച്ചിട്ടുമാണ് ഉണ്ടാവുക. ടോട്രിസിഡെ ഒരു ജനറൽ ഷേപ്പ് മിക്കവാറും ഈ ടോട്രിസിഡെ മാത്രമല്ല, ഈ ഒരു രീതിയിലുള്ള മറ്റ് മൈക്രോമോത്തുകൾ സൂക്ഷ്മമായിട്ടുള്ള ലെപ്പിഡോപ്റ്ററയാണ്. അപ്പൊ അതിൽ ടോട്രിസിഡയുടെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇത് യുറാനിയുടെ ഈ ഷേപ്പ് മാത്രമല്ല, പല ഷേപ്പിലും ഉണ്ടാവും. ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും അതിന്റെ വിങ്സ് ഒക്കെ ഒരു ഡിഫോംഡ്, അതായത് മടക്കിയൊക്കെ വെച്ചിട്ട് നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിലുണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്തതും ഉണ്ട്. ഇത് സൈഗണിഡയിൽ നമുക്കറിയാം, നമ്മളുടെ പല കോമൺ ആയിട്ടുള്ള ആകെ 4-5 സ്പീഷീസുകളേ ഉള്ളൂ. അതിന്റെ എല്ലാം തന്നെ ഷേപ്പ് ഈ രീതിയിലായിരുന്നു. വീഡിയോ കാണുന്നുണ്ടോ? ഹലോ, വീഡിയോ വന്നിട്ടില്ല.
ഓക്കെ. ചില ലൈഫ് സൈക്കിളുകളാണ്. ഞാനത് ആദ്യം മുതൽ ഒന്ന് കാണിക്കാം. ഇതാണ് അറ്റ്ലസ് മോത്ത്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കാണുന്നുണ്ട് സാർ. ഞാനൊന്ന് തുടക്കത്തിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ മുട്ട. ഒരു ഫ്ലാറ്റ് ടൈപ്പിലാണ് ഉണ്ടാവുക. ഇത് മുട്ട വിരിഞ്ഞ ഉടനെയുള്ള കാറ്റർപില്ലർ ആണ്. ഇതിന്റെ പിന്നീടുള്ള കാറ്റർപില്ലറുമായിട്ട് ഇതിന് യാതൊരു സാമ്യമില്ല. അപ്പൊ ഈ ഒരു ശലഭപ്പുഴുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അലർജിക്കാണ്. ഇതിന്റെ ഈ സ്പൈക്സ്, ഇതിന്റെ മുകളിലുള്ള ഈ സ്പൈസ് തട്ടിക്കഴിഞ്ഞ ഒരു ഷോക്ക് അടിച്ച പ്രതീതി ഉണ്ടാവും, ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അലർജി പേടിയുള്ള സാധനമായിട്ടാണ് ഉണ്ടാവുക. ഇതിന് ഒരുപാട് രസകരമായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ ഒരു കാറ്റർപില്ലർ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കഥ പറയാൻ. ഈ കാറ്റർപില്ലറുകളെ ഞാൻ കളക്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു നാട്ടിൻപുറത്തുള്ള ഏതോ ഒരു ഇലക്ഷന്റെ സമയത്ത് ആമിതലി മാഷ് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്. ഈ മരം മുറിക്കാനുള്ള കാരണം ഈ മരത്തിൽ നിറയെ ഒരു അജ്ഞാത ജീവി വന്നിട്ട് രാത്രി വന്നിരുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ സംഭവം വീടിന്റെ മുറ്റത്തുള്ള ഒരു മഹാഗണി മരമാണ്. ഈ മഹാഗണി മരത്തില് രാത്രി ഇവര് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് കണ്ണുകൾ, ഈ രണ്ട് കണ്ണുകൾ വെച്ചിട്ട് ഒരുപാട് ജീവികൾ ഇരിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇവര് ഒന്ന് രണ്ട്, അതായത് രാവിലെ ആയി കഴിഞ്ഞിട്ട് നിലത്ത് നിറയെ ഇതിന്റെ കാഷ്ടം.
അറ്റ്ലസ് മോത്തിന്റെ കാറ്റർപില്ലറിന്റെ ഡ്രോപ്പിക്ക് നല്ല സൈസ് ഉണ്ടാവും. ഒരു കാപ്പിക്കുരുവിന്റെ ഒക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു സൈസിലുള്ള ഇതാണ്. അപ്പൊ പകല് നോക്കുമ്പോ ഇവരൊന്നും കാണുന്നില്ല. അങ്ങനെ ഇവര് പേടിച്ചിട്ട് ഈ മരം മുറിച്ച് ഇടുക. അപ്പം അമിതല് ഭാഷ ആ ഭാഗത്ത് കൂടെ പോയപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിൽ നിറയെ പുഴുക്കളൊന്നും. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും പുഴുക്കളൊക്കെ ഉറുമ്പും അതും ഇതൊക്കെ പിടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അതിലുള്ള ഒരു 3 കാറ്റർപില്ലറിനെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇത് മഹാഗണിയിലുള്ള വേഷം എനിക്കറിയില്ല. ഞാൻ ഈ ഏലത്തിലാണ് ഇതിനെ റിയർ ചെയ്യുന്നത്. മലേന്റെ മുകളിൽ നിന്ന് ഏലത്തിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് വളരെ ഏലത്തിന്റെ കുടുംബത്തിലുള്ള ചെടികളൊക്കെ തപ്പിപ്പിടിച്ച് അതൊക്കെ കൊടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് വളർത്തി വിരിയിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെ അത് വിരിഞ്ഞ് അതിന് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൊയണ്ണത്തിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടിൽ വലിയൊരു നീല ഡ്രം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇതിനൊക്കെ കൂടെ ഇട്ടിട്ട് വലിയൊരു മഹാഗണിയുടെ കൊമ്പ് അതിനകത്ത് വെട്ടിയിട്ടിട്ട് ഞാനത് അടച്ചു വെച്ചു. അങ്ങനെ ഒരു ദിവസം ഇതെന്ത് സംഭവിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന്, അപ്പൊ അതിലൊന്ന് പ്യൂപ്പായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒന്നിനെ പുറത്തെടുത്തിട്ട് പടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, പ്യൂപ്പയുടെ പടങ്ങൾ എടുക്കാൻ വേണ്ടി പുറത്തെടുത്ത സമയത്ത് അതിനകത്ത് ഒരു പക്ഷി വന്നിട്ട് ഇതിനെ പിടിക്കാൻ നോക്കി. അപ്പോ എന്റെ ഭാര്യ മുറ്റത്തുണ്ട്. അവര് പറഞ്ഞു, ഇതാ ഈ പക്ഷി അതാ പൂമ്പാറ്റേനെ പുഴുവിനെ പിടിച്ചു പോകുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഉണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷി പുഴുവിനൊന്നും പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിടിക്കാൻ നോക്കിയപ്പോ ഇതിന് ഈ ഷോക്ക് അടിച്ചിട്ട് അത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പ്രശ്നമൊന്നുമില്ല, നമ്മളെ ഈ ഒരു പക്ഷിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാനത് തുറന്നു വെച്ചു, ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ അത് തുറന്നിട്ടു. പക്ഷേ പിന്നീട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ പക്ഷി വളരെ വിദഗ്ധമായിട്ട് ഇതിനെല്ലാം പിടിച്ച് തിന്ന് എല്ലാത്തിനെയും നശിപ്പിച്ച് കളഞ്ഞു. അപ്പം പ്രകൃതിയിലെ ഓരോ വിചിത്രമായ സംഗതികളാണ് ഈ പറയുന്നത്. ഇനി ഇതിന് വേറെ അറ്റ്ലസ് മോത്ത് ഒരു കാലത്ത് പത്രങ്ങളിൽ അപൂർവമായ ശലഭത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞ പടങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇതിൽ എനിക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ അപൂർവമായിരുന്നു, ചുരുങ്ങിയത് നാട്ടുമ്പുറങ്ങളിലെങ്കിലും. കാരണം ഞാൻ ശലഭ നിരീക്ഷണം 2006 ഞാൻ ആദ്യമായിട്ട് ഒരു അറ്റ്ലസ് മോത്തിനെ കാണുന്നത് അതിലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ 2006 ഈ ശലഭങ്ങളെ നോക്കുന്നത് കരുവാരക്കുണ്ടിലൊക്കെ നമ്മളുടേതായ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സ്ഥിരം താമസിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ ലൈറ്റ് ഇന്നത്തെ അത്ര ലൈറ്റ് പൊല്യൂഷൻ ഒന്നും ഇല്ല. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിൽ 3, 4, 5 ബൾബൊക്കെ ഉണ്ടാവും. അപ്പോ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം കാണാതിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കരുവാരക്കുണ്ടെന്ന് ഒരിക്കലൊരു ഫോണ് കിട്ടിയ മലപ്പുറത്തുനിന്ന്. ഇവിടെ വലിയൊരു ശലഭമുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്തു പോയിട്ട് അവിടുന്നാണ് ആദ്യമായിട്ട് ഒരു വളരെ ദൂരമുണ്ട്, 10-40 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ് ഞാൻ ഈ ശലഭത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ കുറെ കാലത്തിന് ശേഷം ഇതിനെ പിന്നീട് ഞാൻ കാണുന്നത് റിയർ ചെയ്തിട്ടാണ്. ഏലത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് റിയർ ചെയ്തിട്ടാണ്. ഏലത്തിൽ പെസ്റ്റ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അന്ന് അത്ര അന്ന് മീസ ഇൻഡിക്ക എന്ന ഇതിന്റെ കാറ്റർപില്ലർ മുട്ട കണ്ടിട്ടുണ്ടായി. അന്ന് ഏത് മുട്ട കണ്ടാലും ഏത് കാറ്റർപില്ലർ കണ്ടാലും റിയർ ചെയ്യാന്നുള്ള ഒരു താല്പര്യത്തിൽ ഈ മുട്ട എന്താണെന്നുള്ളൊരു കൗതുകത്തിനെടുത്തിട്ട് വിരിയിച്ച് അങ്ങനെയാണ് ഇതിന്റെ ഏർലി സ്റ്റേജസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അന്ന് ഇതിന്റെ ഏർലി സ്റ്റേജിലുള്ള ആദ്യത്തെ ഇൻസ്റ്റാർ കാറ്റർപില്ലർ കണ്ടിട്ട് എനിക്ക് MNHS-ലുള്ള ഒരു ആള് എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് കമന്റ് ചെയ്തിരുന്നു. MNHS റിട്ടയർ ചെയ്ത ഒരാള്, ഇതിന്റെ 10-20 തലമുറകൾ ഞാൻ റിയർ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇത് കണ്ടിട്ടില്ല. അപ്പോ ഞാൻ എഴുതി, അതെങ്ങനെയുണ്ടാവുക, അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ എഴുതി. അത്രയേ ഉള്ളൂ. അപ്പോ ഇത് അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഇത് നാട്ടിൻപുറത്തൊന്നുമില്ല.
പിന്നീട് ആദ്യമായിട്ട് ഇത് നാട്ടിൻപുറത്ത് ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം, അതായത് ഞാൻ പുതിയ വീട്ടിൽ വന്നിട്ട് 10-13 വർഷമായി. അപ്പൊ ആ വന്നതിന് ശേഷം ഒരു ദിവസം പകല് ഈ അറ്റ്ലസ് മോത്ത് പറമ്പിൽ പറന്നു കിടക്കുന്നു. അപ്പോഴും ഞാനിവിടെ സ്ക്രീനൊക്കെ വെക്കാനുള്ളൊരു ശ്രമങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് സ്ക്രീനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും ഇതിനെ അങ്ങനെ കാണില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. സ്ക്രീനൊക്കെ 3-4-5 മാസമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ആദ്യമായിട്ട് അറ്റ്ലസ് മോത്തിനെ കാണുന്നത്. ഇപ്പോ നാട്ടിൻപുറത്ത് എല്ലായിടത്തും ഇത് സർവ്വവ്യാപിയാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഈ ലൈറ്റ് പൊല്യൂഷൻ കാരണം ഈ സാധനം വഴിതെറ്റി നാട്ടിലാകെ സ്പ്രെഡ് ചെയ്തത്. ഇത് നമ്മളുടെ മലകളില് അല്ലെങ്കിൽ ഹിൽ റേഞ്ചസിൽ മാത്രം, അല്ലെങ്കിൽ അവിടെ കൺഫൈൻഡ് ആയിരുന്ന ഒരു സാധനം നമ്മളുടെ നാട്ടിൻപുറങ്ങളിലേക്ക് ഇത് വന്നതാ. അതായത് എന്തായാലും ഇതിന്റെ പോപ്പുലേഷൻ നാട്ടിൻപുറങ്ങളിൽ കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ അഡ്വാൻറ്റേജ് അത് പോളിഫാഗസ് ആണ്. പോളിഫാഗസ് എന്ന് പറയുമ്പോൾ ആദ്യം ധരിച്ച പോലെ ഏലത്തിന്റെ ആ കുടുംബത്തിലുള്ളത് മാത്രമല്ല, നമ്മൾ പേരയ്ക്ക, മഹാഗണിയിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഇവിടെ ഹോസ്റ്റ് പ്ലാന്റിന്റെ സമൃദ്ധി കാരണമായിരിക്കാം ഈ പിന്നീട് നാട്ടിൻപുറങ്ങളിൽ ഇതിന്റെ പോപ്പുലേഷൻ കൂടിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളാരും പണ്ടത്തെ കാലത്ത് നമ്മളുടെ നാട്ടിൽ ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറവാണ്. അപ്പം നമ്മൾ കാണാത്തത് കൂടിയാവാം. എന്തായാലും പണ്ട് ഇതിന് ഒബ്സർവേഷൻ, ഈ പണ്ട് തീർച്ചയായിട്ടും ഒരു വളരെ അപൂർവമായ ഒരു ശലഭമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്ക്രീൻ ഷെയർ ചെയ്തത് വീണ്ടും പോയിട്ടുണ്ടേ. ഇത് ഇതാണ് ബ്ലൂ ടൈഗർ മോത്ത്.
അത് എഗ്ഗ് ലേ ചെയ്യുന്നതാണ്. അത് ഒരു 5 6 മുട്ടകള് ഒരുമിച്ച് ഒരു സ്ഥലത്താണ് ഇടുക. അതിലധികം ഇടാറില്ല. ഇതിന്റെ ഷേപ്പ് വളരെ വിചിത്രമാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപകമായിട്ട് ചിലപ്പോഴുണ്ടാവും. സ്ക്രീൻ മിസ്സായിട്ടുണ്ടേ സർ. സ്ക്രീൻ പോയി അല്ലേ? പിന്നെ സ്ക്രീൻ പോയി. എടുക്കണം, പിക്ചർ എടുക്കും. ശരി. ശരിയായില്ല. അതിലല്ല. വന്നിട്ടുണ്ട്. ഇത് ലൈമാൻഡ്രിയയിലുള്ള കാലിക്കിയറ ഹോസ്ഫിൽഡി എന്ന് പറയുന്ന ആ ഒരു ശലഭത്തിന്റെ കാറ്റർപില്ലറാണ്. വളരെ വിചിത്രമായിട്ട് ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈമാൻഡ്രിനെ സബ് ഫാമിലിയാണ്. അതിന്റെ ഹെയറി ആയിട്ടുള്ള ലൈമാൻഡ്രിനൊക്കെ എല്ലാം തന്നെ ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഹെയർസ് ആണ് ഉണ്ടാവുക. യൂണിഫോം ആയിട്ടുള്ള ഹെയർസ് ആയിരിക്കില്ല. അതാണ് മറ്റുള്ള ഹെയറി കാറ്റർപില്ലേഴ്സ് എന്നുള്ള വ്യത്യാസം. ആക്ടിനയിലും ചിലതിലൊക്കെ അങ്ങനെയാണ്, ചിലതിനത്. എന്നാൽ ഈ ബഞ്ച് വളരെ കൃത്യമായിട്ട് കാണില്ല.
സാർ മ്യൂട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മ്യൂട്ടായി പോയിട്ടുണ്ട് സാർ, വളപ്പിൽ സാർ. അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ. ഇത് നമ്മളെ എപ്പിസ്റ്റീമെ അഡുലാട്രിക്സിന്റെ കാറ്റർപില്ലർ ആണ്. ഇത് എല്ലായ്പ്പോഴും പറക്കുമ്പോഴും മൂവ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ വിചിത്രമായ സ്വഭാവം കാണിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാം. ഒരു ചെറിയ വീഡിയോ ആണ്, വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാന് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെർപ്പ് സർവേക്ക് വയനാട്ടിൽ പോയി. അപ്പൊ ഹെർപ്പ് സർവേയില് ഉള്ള വിചിത്രമായ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ മറിച്ചിട്ടിട്ട് അതിന്റെ അടിയിലാണ് തപ്പുക പാമ്പിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെ. അപ്പോ ഞാൻ ഇതിനടിയിലൊക്കെ പലപ്പോഴും പല പുഴുക്കളെയും അങ്ങനെയുള്ള ഈ രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു മോത്തിനെ റിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മള് ഡാഫ്നിസ് നേരീനെയാണ്. അപ്പൊ അതിന്റെ കാറ്റർപില്ലർ കിട്ടി. അത് എന്ത് ചെയ്യണം എന്നൊന്നും കൃത്യമായ ധാരണയൊന്നുമില്ല. മോത്തിനെ റിയർ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ഇതിനെ റിയർ ചെയ്ത് അതിന്റെ ഒരു ലാർവൽ സ്റ്റേജ് കഴിഞ്ഞപ്പോ ഇത് നമ്മള് ഫോട്ടോ എടുക്കാനൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ നിൽക്കാതെ ഊട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയില്ല, നമ്മള് പൂമ്പാറ്റകളെ മാത്രമേ റിയർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇത് സംഭവം നിലത്ത് വീണു. ഇതിനെ പുറത്തേക്ക്, അതായത് ജാറിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ജാറ് മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ജാറ് ബൈപ്പാസ് ചെയ്തു പോകും. പിന്നെ അവസാനം പേപ്പറിൽ കൈകൊണ്ട് പിടിക്കാൻ മടിയാണ്. മടി അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ കൈകൊണ്ട് യഥേഷ്ടം പിടിക്കും. പക്ഷെ അന്ന് എന്തോ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ബ്രഷും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അങ്ങനെ ഇത് എത്രയായിട്ടും ന്യൂസ് പേപ്പർ വെച്ച്, തിന്നായിട്ടുള്ള ന്യൂസ് പേപ്പർ വെച്ചാലും ന്യൂസ് പേപ്പർ പൊക്കിയിട്ട് അതിന്റെ അടിയിലേക്ക് പോകാൻ നോക്കുക. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു ഹൈഡ് തെരഞ്ഞാണ് നടക്കുന്നത്, ഈ വാണ്ടറി. അങ്ങനെ ഞാന് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു ജാറിനകത്ത് ഇതിനെ കൊണ്ടിട്ടു. അപ്പൊ ഈ ജാറിനകത്ത് ഇത് മണ്ണ് തുരന്നിട്ട് അടിയിലേക്ക് പോയി. അപ്പൊ ഹോട്ട് മോത്തിന്റെ കാറ്റർപില്ലറിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുരുങ്ങിയ പക്ഷം നന്ദ്യാർവട്ടത്തില് ഈ ഡാഫ്നിസ് നേരിന്റെ കാറ്റർപില്ലറെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ തല വളരെ ചെറുതാണ്. അതായത് ഹെഡ് എന്ന് പറയുമ്പോൾ പോർഷൻ വളരെ ചെറുതാണ്, കാറ്റർപില്ലർ വലുതാണെങ്കിലും. അപ്പം ഈ കാറ്റർപില്ലർ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ലിറ്ററിന്റെ അടിയിൽ, ഈ മരം വീണ് കിടക്കുന്ന മരത്തിന്റെ അടിയിലൊക്കെ പോയിട്ടാണ് പിപ്പേറ്റ് ചെയ്യുക. മണ്ണിലാണെങ്കിൽ ഇവര് മണലില്, ഞാനന്ന് കണ്ടത് മണലിലൊരു അരയടിയോളം താഴേക്ക് ഒക്കെ പോയിട്ട് ഏറ്റവും ബോട്ടത്തില് ഇവര് അവിടെ നിന്ന് റിഗിൾ ചെയ്തിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി, റിഗിൾ ചെയ്തിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കുക. ആ ഇരിക്കുന്ന അത് പ്രിപ്പേർ ചെയ്യും, പിന്നെ ആ മണ്ണിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പൊ എനിക്കിതൊന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാനത് പ്യൂപ്പായി കഴിഞ്ഞപ്പോ പ്യൂപ്പയുടെ പടമെടുക്കാനൊക്കെ പുറത്തെടുത്ത് അതിനെ പടക്കെടുത്ത് പോയി. പിന്നീടാണ് ഈ ഹോക്ക്മോത്തിന് പിന്നീടാണ് ഈ സർവേയിൽ ഈ കാഴ്ച കാണുന്നത്. അപ്പൊ ഒരു പ്രീ പ്യൂപ്പേഷൻ സ്റ്റേജിലാണ്, പ്യൂപ്പ ആയിട്ടില്ല കാറ്റർപില്ലർ. അപ്പോ ഇതെല്ലാം ഹൈബർനേറ്റ് ചെയ്യുന്നത്, ഹോക്ക്മോത്സ് എല്ലാം ഹൈബർനേറ്റ് ചെയ്യുന്നത് പ്രീ പ്യൂപ്പേഷൻ സ്റ്റേജിലാണ്. അതായത് പ്യൂപ്പ ആയിട്ടല്ല എന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. അതിന് കാരണം വളരെ ലളിതമാണ്. പ്യൂപ്പ ആയി കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ ക്രാമ്പിഡ് മോത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രീ പ്യൂപ്പേഷൻ സ്റ്റേജിലാണ് ഹൈബർനേഷൻ. പ്യൂപ്പ ആയി കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും, ഇപ്പൊ ഞാൻ ആ ഒരു ക്രാമ്പിഡിന്റെ സെല്ല് പൊട്ടിച്ചിട്ട് അതിന്റെ പടം എടുക്കാൻ ശ്രമിച്ചതിന് ശേഷം വീണ്ടും അത് തുന്നിക്കെട്ടിയിട്ട് വീണ്ടും സെല്ല് ഉണ്ടാക്കി. അതുപോലെ ഇവൻ ഒരു സ്ഥലത്ത് നിന്ന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും തുറന്ന അടിയിലേക്ക് പോവാനുള്ള ആ ഒരു സൗകര്യത്തിനാണ് ഇത് പ്യൂപ്പ ആവാതെ ഇരിക്കുന്നത്. ഇനി ഈ ഹൈഡിന്റെ അടിയിൽ പോകുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ടും അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോ ക്രാമ്പിഡ് മോത്ത് ആ ഡ്രോപ്പിംഗ്സിന്റെ ഉള്ളിലിരിക്കുന്നത് ഒരു തെർമൽ പ്രൊട്ടക്ഷൻ ആണ്, അതായത് അതൊരു ഇൻസുലേറ്റർ ആണ്. ഇതിൽ വേറൊരു പർപ്പസും കൂടെ ഉണ്ട്. ഇവർക്ക് അനുകൂല കാലാവസ്ഥയുടെ സിഗ്നൽ എന്താണ്? മഴയാണ്. മഴ വരുമ്പോൾ ചെടികൾ കിളിർക്കും, അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് കിളിർക്കും, പുറത്ത് ഭക്ഷണം ഉണ്ടാവും. അപ്പോ മഴ പെയ്ത് അന്ന് തന്നെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരിഞ്ഞിറങ്ങി ഇണയനെ കണ്ട് മുട്ടയൊക്കെ ഫെർട്ടിലൈസ് ചെയ്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടായിക്കോളൊന്നുമില്ല. അപ്പൊ ഇവര് ഈ പ്യൂപ്പിൾ ആവുന്നതിന് മുന്നുള്ള ഹൈബർനേഷന്റെ സൗകര്യം ഇതാണ്. മഴയുടെ സിഗ്നൽ എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് ഇവര് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ആ പ്യൂപ്പ ആയി കഴിഞ്ഞിട്ട് 4, 5, 6 ദിവസം കൊണ്ട് ഇവര് പുറത്തിറങ്ങി ചെയ്യും. അപ്പോ ഈ തടീന്റെ അടിയിലേക്ക് മഴയെത്തുക, മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിന്റെ അടിയിലേക്ക് വെള്ളം എത്തുക, ഇതൊക്കെ സംഭവിച്ചാല് ഒരു ഹോക്ക്മോത്തിന്റെ ഹൈബർനേഷനിലുള്ള കാറ്റർപില്ലർ പ്യൂപ്പയാവും. അപ്പൊ ആ പ്യൂപ്പ വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ ചെടികള് മുളച്ചു പൊന്തി ഇലകള് ഉണ്ടാവും. കാരണം ഈ പ്യൂപ്പയിൽ നിന്ന് ഇറങ്ങി മുട്ടയിട്ട് അത് വിരിഞ്ഞു വരുന്ന കാറ്റർപില്ലറിന് ഷൂട്ടുകളാണ് വേണ്ടത്, ചെറിയ ഷൂട്ടുകൾ, ചെറിയ തലയിലില്ല, കുറച്ച് ഭക്ഷണമേ വേണ്ടു. അപ്പോ അത് വലുതാവുമ്പോഴേക്ക് ഒരു 15 days ഒക്കെ ആവുമ്പോഴേക്ക് അതിന് യഥേഷ്ടം ഭക്ഷണം പുറത്തുണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആ ഒരു ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ഇവരുടെയൊക്കെ ജീവിതം ഇവോൾവ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും നമ്മൾ ഓരോ ശലഭത്തിനെ എടുത്തു നോക്കിയാലും നമ്മള് ഈ ഒരു എന്താ പറയാ, ആ സിങ്ക്രണൈസേഷൻ, പ്രകൃതിയിലെ ആ ഒരു താളം നിലനിൽക്കുന്നതായിട്ട് കാണാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കാണിച്ചത്. ഈ ചിത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഏതോ ഒരു ഹോക്ക്മോത്തിന്റെ കാറ്റർപില്ലറാണെന്ന് വിചാരിക്കുന്നു. ഇനി ഹോക്ക്മോത്ത് അല്ലെങ്കിൽ തന്നെ മറ്റൊരു ഫാമിലി ആണെങ്കിൽ തന്നെ അതിന്റെയൊക്കെ ഉദ്ദേശം, ഇപ്പുറത്തുള്ള കാറ്റർപില്ലറിന്റെ ഉദ്ദേശം ചിലപ്പോ ആ ഒരു വണ്ടിന്റെ നീപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു രീതി ഇതാണ്.
നമുക്ക് സമയത്തിന്റെ ഒരു പരിധി കൂടിയുണ്ട്. എന്നാ പിന്നെ നിർത്താം അല്ലേ? അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകെ ബാക്കിയുള്ള കുറച്ച് ഇന്ററാക്ഷൻ ആകാം. സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അതെ അതെ, ഓക്കെ. ചാറ്റിൽ ചോദിക്കായിരിക്കും നന്നായിരിക്കും തോന്നണു. ചോദ്യങ്ങള് ചോദിച്ചോളൂ. ആരെങ്കിലും ഒരാൾ വായിച്ചിട്ട് ഞാൻ ഉത്തരം പറയാം, എല്ലാവർക്കും കേൾക്കാലോ. കാറ്റർപില്ലർ ഉണ്ടാക്കുന്ന പോലെ അലർജിക് റിയാക്ഷൻ അഡൾട്ട് മോത്ത് അതായത് അഡൾട്ട് ആയിട്ടുള്ള മോത്തും അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇനി ഇത് കുറച്ചും കൂടെ ഒരു ഉത്തരം കുറച്ചും കൂടെ വിശാലമാക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഇതിനെല്ലാം കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. എനിക്കിപ്പോ എന്ത് തട്ടിയാലും അലർജിയാണ്. അത് ഈ ഒരു ഇതുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് നമുക്ക് നമ്മളുടെ ശരീരം പ്രതികരിക്കുന്ന, ഇപ്പൊ അലർജി എന്ന് പറയുന്നത് തന്നെ നമ്മള് സ്ഥിരമായിട്ട് ഇടപെടാത്തൊരു സാധനമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമുക്ക് അലർജി പെട്ടെന്ന് ഉണ്ടാവുക. അപ്പോ പല മോത്തുകൾ, ഇപ്പൊ നമ്മളുടെ എർബിഡ്സിലുള്ള ആക്ടിനിയ മോത്തുകളുടെ ഹെയർസ് അലർജിക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അറ്റ്ലസ് മോത്ത് അലർജിക്കാണ്. അപ്പം ഈ സ്കെയിൽസ്, പൊടി അലർജി ആയിട്ടുള്ളവർക്ക് എന്തായാലും എല്ലാ മോത്തുകളും ഈവൻ ശലഭങ്ങൾ വരെ അലർജിക് ആയിരിക്കും. അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും സൂക്ഷിച്ചിട്ട് വേണം. ഇപ്പോ റൈറ്റ് നൗ ഐ ഹാവ് ആൻ അലർജി. അത് എവിടുന്നുണ്ടായതെന്ന് അറിയില്ല. പല ഇൻസെക്റ്റുകളും കോണ്ടാക്ട് എനിക്കിപ്പം ഭയങ്കര പ്രശ്നം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോ എൻ്റെ ശരീരത്തിൽ 1-2 സ്പോട്ടിൽ ചൊറിഞ്ഞ് അടിച്ചിട്ടുണ്ട്. അപ്പം അത് ചിലപ്പോ സ്വാഭാവികമായിട്ടും അലർജിക്ക് തന്നെയാണ് എല്ലാ മോത്തുകളും. ചിലത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചൊറിയെങ്കിൽ കൂടി ഇതിന്റെ സ്കെയിൽസ് പലർക്കും ഇഷ്യൂസ് ഉണ്ടാക്കാം, അഡൾട്ട് മോത്തിന്റെ. അല്ലാതെ അഡൾട്ട് മോത്തുകള് റൈറ്റ് അവേ അലർജിക് അല്ല, ഒന്നും തന്നെയല്ല. ഏതൊക്കെ മോത്തിന്റെ കാറ്റർപില്ലേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അലർജിക് ആയിട്ടുള്ളത്? ചൊറിയമ്പുഴി എന്ന് പറയുന്ന ഹെയറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചൊറിയാൻ സാധ്യതയുണ്ട്. ഹെയറി ആയിട്ടുള്ള യൂറ്ററോട്ടിയുടെ ആക്ടിനെ അല്ലെങ്കിൽ എറിബിഡയിലുള്ള 1-2 സബ് ഫാമിലികള്, പിന്നെ കുറച്ച് നോളിഡ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവെ ഈ ക്രാംബിഡ്സ് അല്ലെങ്കിൽ പൈറാലിഡ്സ് ഒന്നും അലർജിക് അല്ല. ഓക്കെ, ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ഒബ്സർവ് ഓർ ഫൈൻഡ് മോത്ത്? എങ്ങനെയാണ് മോത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? ഏതാണ് ബെസ്റ്റ്? ഏറ്റവും അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ വരണമെങ്കിൽ റിയർ ചെയ്യണം. ഏത് മോത്തിനെ കുറിച്ചും ശരിയായിട്ടുള്ള, ഞാൻ റിയർ ചെയ്തിട്ടാണ് തുടങ്ങിയത് 2000. അതായത് ശലഭത്തിന്റെ കൂടെ തന്നെ ശലഭങ്ങളുടെ ചിത്രശലഭങ്ങളുടെ കാറ്റർപില്ലേഴ്സ് കുറവായി തുടങ്ങിയപ്പോൾ, ലഭ്യത കുറഞ്ഞപ്പോൾ നമ്മൾ കിട്ടുന്ന കാറ്റർപില്ലറിനെയൊക്കെ റിയർ ചെയ്തിട്ടാണ് നമ്മൾ മോത്തിലേക്ക് വന്നത്. 2017 ഞാൻ ഏകദേശം 1000-നടുത്ത് മോത്തിന്റെ കാറ്റർപില്ലേഴ്സ് റിയർ ചെയ്തിട്ടുണ്ട്. 1000-ലധികം ഉണ്ടാവും. എനിക്ക് തോന്നുന്ന 200 ചില്ലാനം മോത്തുകളെ ആ ഒരൊറ്റ വർഷം ഞാൻ റിയർ ചെയ്തിട്ടുണ്ട് 2017. അപ്പം അത് വളരെ വൈവിധ്യം. അതായത് നമ്മൾ പൂമ്പാറ്റകളെ പോലെ ഒന്നല്ല, മോത്തുകളുടെ കാര്യത്തിൽ ഭയങ്കര വൈവിധ്യമാണ്, എനിക്കറിയാം. അതിലേക്ക് ഞാൻ അധികം പറയുന്നില്ല. റിയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താളം കൊട്ടുമ്പോൾ ഒരേപോലെ ചലിക്കുന്ന ശലഭ പുഴുക്കൾ ഏത് മോത്തിന്റെ ആണെന്ന്?
എനിക്കറിയില്ല. അത് താളം കൊട്ടുമ്പോൾ എന്താണ് പറഞ്ഞത്? അത് എനിക്ക് തോന്നുന്നത് കൊട്ടിന്റെ പോലെ ഒരേപോലെ ഒരുമിച്ച് കുറെ എണ്ണം ഒരുമിച്ച് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആക്ടിനെയാണ് സിങ്ക്രണൈസ് ആക്ടിനെ. അത് ഈ പാറപ്പുറത്തൊക്കെ ഉണ്ടാവും ചിലപ്പോ. അത് പല ആക്ടിനെ ആയിരിക്കും. സിങ്ക്രണൈസേഷൻ ഞാനും കണ്ടിട്ടുണ്ട്. ആക്ടിനെയാണത്. ഓക്കെ. തേക്കിന്റെ തളിരില കഴിക്കുന്ന ശലഭം അതില് ബ്ലാക്ക് മാത്രമായിരിക്കില്ല, അതില് സ്ട്രൈപ്സും ഉണ്ടാവും അല്ലെ, പാടുകൾ ഉണ്ടാവും. ഹെബ്ലിയെ പ്യൂറ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ മോത്തുകളുണ്ട്. തളിരിലയില് ഞാന് ജോമെട്രി ഡേനെ കണ്ടിട്ടുണ്ട്. പോളിഫാഗസ് ആയിട്ടുള്ള എല്ലാം തേക്ക് തിന്നും. പക്ഷെ തേക്കിലയെന്ന് പറയുന്ന ഒരു ശലഭമുണ്ട്, അത് ഹെബ്ലിയെ പ്യൂറ. അത് ആ ഒരു ഹെബ്ലിഡേ എന്ന് പറഞ്ഞതിൽ ആകെ നമുക്ക് 2 സ്പീഷീസേ ഉള്ളൂ. അതിലുള്ള നമ്മളെ നാട്ടിലുള്ള സ്പീഷീസ് ആണ് ഹെബ്ലിയെ പ്യൂറ. രോമുണ്ടാവില്ല, സെല്ലിനകത്താണ് ഉണ്ടാവുക. അതായത് തളിരെല്ലാം അടക്കിയിട്ട് ഒരു കൂടിനകത്താണ് ഉണ്ടാവുക. അടുത്തൊരു ചോദ്യം, മോത്തിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഈസി വേ എങ്ങനെയാണ്? അതായത് ഒരു അൺനോൺ മോത്തിനെ കിട്ടിയാൽ എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്? അതിന്റെ പ്രോസസ്സ് നമ്മള് നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ച സാധനങ്ങളെ ഒബ്സർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മോത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരാളോട് ചോദിക്കാതെ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതുവരെ എവിടെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഐഡിയ എന്താന്ന് ആരോടും ചോദിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ നമ്മളുടെ സ്കില്ലുകളൊക്കെ വളരെ കുറഞ്ഞപ്പോൾ ചിലപ്പോ നമ്മള് 1-2 സുഹൃത്തുക്കൾക്കൊക്കെ ഗതികെട്ടാൽ പുലിയും പുല്ലും എന്ന് പറഞ്ഞ പോലെ നമ്മള് ചോദിക്കാറുണ്ട്. ഒന്ന് സമയപരിമിതി, പിന്നെ നമ്മുടെ സ്കില്ലുകളൊക്കെ ഭയങ്കര ഡൗൺ ആണ് ഇപ്പോ ഈ പ്രസന്റേഷനിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ഇപ്പൊ കുറവാണ്. അപ്പം ഏറ്റവും നല്ലത് സ്വയം പരിശ്രമിക്കുക. ഇപ്പൊ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. നമ്മൾ മോസ് ഓഫ് ഇന്ത്യ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഐനാച്ചുറലിസ്റ്റിൽ ആൾമോസ്റ്റ് നിങ്ങൾ കാണുന്ന എല്ലാ മോത്തുകളും, നിങ്ങൾ കാണാൻ സാധ്യതയുള്ള എല്ലാ മോത്തുകളും ഐനാച്ചുറലിസ്റ്റിൽ ഉണ്ടാവും. പക്ഷെ അത് എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ പഴയ ഹാംസൺ ഉണ്ട്, മൂറുണ്ട്. ഞാനൊക്കെ ഹാംസണും മൂറും ഒക്കെ നോക്കി കണ്ടുപിടിച്ച് തെറ്റി വീണ്ടും തിരുത്തി, ഇപ്പോഴും നമ്മൾ തിരുത്തിക്കൊണ്ടേ ആണ് പഠിച്ചത്. അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴേ അത് അതായത് നമ്മൾ ശരിയായ താല്പര്യം, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പീക്കിലെത്തിക്കുക നമ്മളുടെ ഈ അന്വേഷണങ്ങളാണ്. എന്തും അന്വേഷിച്ചു പോകുമ്പോഴാണ് അതിൽ താല്പര്യം ജനിക്കുക, അല്ലെങ്കിൽ താല്പര്യം വർദ്ധിക്കുക. അപ്പോഴാണ് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുക. മോത്തുകള് എന്തുകൊണ്ടാണ് രാത്രി വെളിച്ചം കാണുമ്പോൾ പറന്നു വരുന്നത്? അതിന്റെ ഒരു റീസൺ എന്താണെന്ന്? രാത്രി വെളിച്ചം കാണുമ്പോൾ പറന്നു വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോത്തുകള് ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് രാത്രിയാണ് അവർ സഞ്ചരിക്കുക. നമുക്കറിയാം രാത്രി പല ജീവികളും സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയിലുള്ള കാഴ്ചക്കനുസരിച്ചാണ് അവരുടെ കണ്ണുകൾ, അതായത് വളരെ ചെറിയ ലൈറ്റുകൾ വരെ അവർ സെൻസിറ്റീവാണ്. അപ്പൊ നമ്മള് മോത്തുകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു ഫോറസ്റ്റ് എന്ന് സങ്കല്പിക്കുക. ഒരു കാട്ടിനകത്ത് ഒരു ഏറ്റവും അതിന്റെ പല ലെവലിൽ ഏറ്റവും ബോട്ടം ലെവലിൽ നമ്മൾ പറഞ്ഞ പോലെ മണ്ണിൽ പ്രിപ്പറേറ്റ് ചെയ്യുന്ന റോക്ക് മോത്ത് വിരിഞ്ഞു വിചാരിക്കുക. വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഡേ ലൈറ്റില് ഇവൻ ബ്ലൈൻഡ് ആയത് എന്തുകൊണ്ടാണ്? വെളിച്ചത്തിന്റെ തീവ്രത കൂടിയെത്തും. അത് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ പറഞ്ഞുതരാം. നമ്മള് എപ്പോഴെങ്കിലും മോസ്ക്രീൻ ലൈറ്റ് നേരം വെളുക്കുന്നതിന് മുന്നേ ഓഫാക്കാൻ മറന്നു എന്ന് വിചാരിക്കുക. അപ്പം ഒരു ഡേ ബ്രേക്കിന് ശേഷം, അതായത് ആ സൂര്യൻ ഉദിച്ച് അതിന്റെ പൂർണ്ണമായ വെളിച്ചം, അതായത് ഒരു
ത്രിസന്ധ്യ കഴിയുന്നതോടുകൂടി, അതായത് പകലും രാത്രി അല്ലാത്ത ആ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടി ഈ ഹോക്ക് മോത്തുകൾ ഒന്നുപോലും സ്ക്രീനിൽ നിന്ന് നിങ്ങൾ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ പോലും പറന്നുപോകില്ല. അവര് എവിടെയെങ്കിലും ഇരിക്കുക ചെയ്യുക. അപ്പൊ ആ ലൈറ്റിൽ അവർ ബ്ലൈൻഡാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പറക്കാൻ കഴിയില്ല. അപ്പൊ നമ്മള് കനോപ്പീന്റെ അടിയിൽ ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുന്ന ഒരു ഹോക്ക് മോത്ത്, ഗ്രൗണ്ട് ലെവലാണ് ഒരു വിരിയ ഹോക്ക് മോത്ത്, ഈ ചെടികൾക്കിടയിലൂടെ വരുന്ന സ്കൈലൈറ്റ്, അതായത് നക്ഷത്ര വെളിച്ചം, അതാണ്, അതായത് കറുത്ത വാവിന്റെ എന്നാണ് പോത്തുകൾ ഏറ്റവും സജീവമാവുന്നതെന്നാണ് നമ്മൾ സ്ക്രീൻ വെച്ച് പറയുന്നത്. ഒരു പക്ഷേ പ്രകൃതിയിലും അത് ശരിയായിരിക്കാം. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കനോപ്പീന്റെ മുകളിലേക്കുള്ള വഴികൾ, ഈ ലൈറ്റ് അരിച്ചിറങ്ങുന്ന വഴികളാണ് കനോപ്പീന്റെ അതായത് മരങ്ങളുടെ ടോപ്പ് ലെവലിലേക്കുള്ള റൂട്ട്. ആ റൂട്ടിൽ അവരെ സംഭവം അരിച്ചും പറന്നും കയറിക്കഴിഞ്ഞാൽ, കനോപ്പീന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ആൺശലഭത്തിന്റെ ദൗത്യം ഒരു പെൺശലഭത്തിനെ കണ്ടെത്തുക. ഇത് ലൈഫിൽ അങ്ങനെ ഒരു പർപ്പസേ ഉള്ളൂ. കാരണം പല മോത്തുകൾക്കും ഭക്ഷണം കഴിക്കാനുള്ള അവയവങ്ങളില്ല. ഇനി അവയവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവരാരും, ഇപ്പൊ നമ്മള് ഹോക്ക് മോത്തുകള് ഈ മൈക്രോഗ്ലോസിനയിൽ കുറച്ച് സാധനങ്ങളല്ലാതെ ഏതെങ്കിലും നെക്ടറിങ് നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ചില ശലഭങ്ങൾ മാത്രമേ ഭക്ഷണം തന്നെ കഴിക്കുന്നുള്ളൂ. അപ്പോ അത് ഭക്ഷണം എന്തെങ്കിലും, ഇനിയിപ്പം ഈ തേൻ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശലഭങ്ങളായാലും വിശാശലഭങ്ങളായാലും തേൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എനർജിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളുടെ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ ഉള്ള ഭൂരിഭാഗം ചിത്രശലഭങ്ങളും ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് തേൻ കുടിക്കുന്നത് ജനറലി ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ്. നിങ്ങൾ മഴക്കാലത്ത് അത്രയധികം ഒന്നും നമ്മൾ തേൻ കുടിക്കുന്നത് കാണില്ല. വേനൽക്കാലമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തേൻ കുടിച്ച് നടക്കുന്ന പാരീസ് പീക്കോക്കിനെയൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് നിലമ്പൂർ ബട്ടർഫ്ലൈ ഗാർഡനിൽ. എന്നാണ് ഞാൻ ബട്ടർഫ്ലൈന് ആദ്യം തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്ത് പൊട്ടനാണ് ഇവൻ, എന്താണ് ഇവൻ ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ തേൻ കുടിച്ച് നടക്കുക. അപ്പൊ എന്താ പ്രശ്നം? ഒരു സ്ഥലത്ത് നിന്ന് തേൻ കുടിക്കും, വെയിൽ കൊണ്ടിട്ട് അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ആ തേന് ഡീഹൈഡ്രേഷനിൽ പോയിട്ടുണ്ടായി. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. അപ്പൊ ഈ നിരന്തരം തേൻ കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. മോത്തുകള് ജനിക്കുമ്പോ തന്നെ അവരുടെ ശരീരത്തിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻസെക്ട് അഡൾട്ടും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രജനനത്തിന് ആവശ്യമായിട്ടുള്ള, പിന്നെ ലൈഫ് അത്രയും വേണ്ടു, അതിനുള്ള എല്ലാ സംഗതികളും അവർക്കുണ്ട്. ഇണയെ കണ്ടെത്തി ഇണ ചേർന്നിട്ട് മുട്ടയിടുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ നിങ്ങള്, മഡ്പടലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് ചിത്രശലഭങ്ങളുടെ ഇടയിൽ. ഞാൻ ചിത്രശലഭങ്ങളിലേക്ക് വരുന്നത് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവാനാണ്. ഇതില് നിങ്ങൾ പടലിങ്ങില് ആണിനല്ലാതെ പെണ്ണിനെ കാണാറില്ല. അപ്പം സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞുണ്ടാക്കിയ അത് മറ്റേ ന്യൂഷ്യൽ കിട്ടായിട്ട് അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്, ഈ മിനറൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ശുദ്ധ അസംബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മഡ്പഡലിംഗ് ഉണ്ടാവുന്ന കാലം ഇല്ലാത്ത കാലം വേറെ ഉണ്ട്, മഴക്കാലം. അന്ന് ഈ റീജനറേഷൻ ഒന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ പഡലിംഗിൽ വരാത്ത ഭൂരിഭാഗം ശലഭങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പൊ അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഇത് ശുദ്ധ അസംബന്ധമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവര് പഡലിംഗിൽ ഇരിക്കുന്നത് ഡീഹൈഡ്രേഷനെ കൊണ്ടാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശലഭങ്ങൾ, ഇപ്പം ആൽബട്രോസ് ആയാലും ഏതായാലും ശലഭങ്ങൾ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ, വെള്ളം കുടിക്കുന്ന ഒരിക്കലും നമ്മൾ ഭക്ഷണം, എനർജി എന്നുള്ളതിനൊന്നും വേണ്ടിയല്ല. അപ്പൊ ശലഭങ്ങളും അങ്ങനെയാണ്. മോത്ത് സ്ക്രീനിന് ഉപയോഗിക്കുന്ന ലൈറ്റ് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ചോദിക്കുന്നത്. മോത്ത് സ്ക്രീനിന് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലൂ ലൈറ്റ് BLTD എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ട്യൂബ് ലൈറ്റ് ആണ്. ട്യൂബ് ലൈറ്റുകൾ ഇപ്പൊ കിട്ടാൻ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ നിങ്ങളൊക്കെ അതിന്റെ ഫ്രെയിം കിട്ടില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഉള്ളത്, ഇപ്പൊ കരണീയമായിട്ടുള്ള മാർഗം നമ്മുടെ മെർക്കുറി വേപ്പർ ലാമ്പ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏക മാർഗം. ബ്ലൂ ലൈറ്റുകൾ നല്ലതാണ്, കാരണം അത് അധികം പവർ കൺസ്യൂം ചെയ്യില്ല. പിന്നെ
ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മറ്റേ ലൈറ്റിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റൈസ് സ്റ്റെം ബോർ അതിന്റെ അഡൽട്ട് അലർജിക് ആണോന്നാ ചോദിക്കുന്നത്. ഏതാണ്? സ്കൈപ്രോ. ഓക്കെ, എനിക്കത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. അല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അലർജിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ജനറൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രത്യേക മുഖത്ത് ഭയങ്കര അലർജി ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക മുഖത്ത് അലർജിക് ആയിട്ട് അതില് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അലർജിക് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് നമുക്ക് ലെമോകോഡിയില്. അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സ്പൈക്ക് നമ്മൾ തൊടുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സെക്രീഷൻ വരും. അത് നമുക്ക് പൊള്ളലുണ്ടാക്കും. അത് അലർജിക്കാണ്. അതില് ഏതെങ്കിലും ഒരു സ്പെസിഫിക് മുഖത്ത് കൂടുതൽ അലർജിക് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഏതെങ്കിലും പർട്ടിക്കുലർ സാധനം ഭയങ്കര അലർജിക് ആണ്. ഇപ്പം അലർജി എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന ആ മൊമെന്റില് ഒഴിവാക്കാൻ, അപ്പൊ തന്നെ ഡിറ്റർ ചെയ്യും. അതായത് പിന്നീട് അലർജി ഉണ്ടാക്കുന്ന ഒരു ഡിഫെൻസീവ് മെത്തേഡും പ്രകൃതിയിൽ വർക്ക് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല. അപ്പം ഇപ്പം അറ്റ്ലസ് മൗത്ത് ആയാലും ആ ഇൻസ്റ്റന്റിലാണ് അതിന്റെ ഷോക്കിംഗ് ആയിട്ടുള്ള അത് ഉണ്ടാവുക. അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ അതിനെ ഡിറ്റർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പിന്മാറും. ആ സാധനത്തിന് വെറുതെ വിടും. നേരെ മറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അലർജി ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് ലെമിക്കോഡിലേക്ക് ആ ഇൻസ്റ്റന്റിലാണ് നമുക്ക് എല്ലാം കിട്ടുക, ഈ ചൊറിച്ചിൽ വരുന്നത്. പിന്നെ അലർജി എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. പലർക്കും പല ഈവൻ ഭക്ഷണങ്ങൾ പലതും അലർജിക് ആയിട്ടുള്ളത് ഉണ്ടാവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആൾസോ. ഈ ബ്ലൂ ടൈഗർ മോത്തിന്റെ കാറ്റ്സ് ഫ്രീസ് ആയതുപോലെ കുറെ നേരം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായി ആണ്? ഫ്രീസ് ആയിട്ടല്ല, അത് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോ തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കൊന്നുമില്ല. അതെല്ലാ ഇപ്പം ജോമെട്രിയുടെ ഉള്ളൊരു സാധനമാണത്. ഈ ജോമെട്രിയുടെ കാറ്റർപില്ലേഴ്സിന്റെ ഒക്കെ ഒരു സ്വഭാവമാണ് ആ ഒരു നിൽപ്പ്. അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ നിൽക്കും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ പോലെ ആരെങ്കിലും അടുത്തെത്തി കഴിഞ്ഞിട്ട് ഉടനെ അവര് ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കും. അത് അതൊരു ടെക്നിക്കും കൂടെയാണ്. നമ്മളൊരു ശത്രു അടുത്തെത്തി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ചെയ്യുന്നത് ഫ്രീസ് ചെയ്യാന്നുള്ളതാണ്. മോത്തിനെ റിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റർപില്ലറിനെ കളക്ട് ചെയ്യുമ്പോൾ അതേ പ്ലാന്റിന്റെ ലീവ്സ് തന്നെയാണോ ഫീഡ് ചെയ്യാൻ കൊടുക്കേണ്ടത്? അത് എങ്ങനെയാണത് ചൂസ് ചെയ്യാന്നുള്ളത്? അതായത് നമുക്ക് കിട്ടിയ പ്ലാന്റ് കൊടുത്താൽ എന്തായാലും കഴിച്ചിരിക്കും. അത് കഴിച്ചിട്ടില്ല എന്തോ ഒരു കുഴപ്പമുണ്ടാ? നമ്മളത് കിട്ടിയ പ്ലാന്റ് ആയിരിക്കില്ല എന്റെ പ്ലാന്റ്, അല്ല അടുത്തുള്ള പ്ലാന്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ചിലതൊക്കെ പോളിഫാഗസ് ആവും. പല ഫാമിലിയിലുള്ള പല സ്പീഷീസുകളും ഒന്നിലധികം പ്ലാന്റുകൾ കഴിക്കെങ്കിൽ കൂടി പ്ലാന്റ് സ്പെസിഫിക് ആണ്. പ്ലാന്റ് സ്പെസിഫിക് അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. അത് മിക്കവാറും ആക്ടിന്, അതല്ലെങ്കിൽ യുക്ടറോട്ടിഡ്, അതിലൊക്കെ ഉള്ള സംഗതികളാണ് പ്ലാന്റ് സ്പെസിഫിക് അല്ലാത്ത. മിക്കവാറും എറിബിഡയിലുള്ള മറ്റുള്ള ഫാമിലി പാകമേനിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്ലാന്റ് സ്പെസിഫിക് ആണ്. നമ്മള് ലോയിപ്പാഷിന്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മള് ഞെഴുകിൽ മാത്രമേ കൊണ്ടുപോകൂ. പിന്നെ നമ്മള് സാറ്റേണിയുടെ തന്നെ അറ്റ്ലസ് മോത്ത് പോളിഫാഗസ് ആണ്. പക്ഷെ എല്ലാം കഴിക്കാൻ എനിക്കറിയില്ല. എല്ലാം കഴിക്കുന്നുണ്ടാവില്ല. മഹാഗണി, നമ്മളെ ഇഞ്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാ ചെടികളും, പിന്നെ അടയ്ക്കാപ്പഴം, അങ്ങനെ ഒരുപാട് ചെടികളുടെ അറ്റ്ലസ് മോത്ത് ഉണ്ട്. വിസ ഇൻഡിക്ക, അതൊക്കെ എന്റെ വളരെ പ്രധാനപ്പെട്ട ചെടികളാണ്. അപ്പൊ നമ്മളെപ്പോഴും കിട്ടുന്ന ചെടി കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടികളെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധാരണ ഉള്ളവരോട് ചോദിച്ചിട്ട് ആ ഫാമിലിയിലുള്ള ചെടികളെ കൊടുക്കാം. ഡെഡ് ഹെഡ് ഹോക്ക് മോത്തിനെ റിയർ ചെയ്തപ്പോൾ അതിന്റെ അഡൽട്ട് മോത്ത് ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി. ഈ ശബ്ദം ഉപയോഗിച്ചിട്ടാണോ അവ തേനീച്ചകളെ പറ്റിക്കുന്നതെന്നാ ചോദിക്കുന്നത്? അത് പറ്റിക്ക, അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്.
അതിൽ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക് തോന്നുക. അതായത് ഡെസേർട്ട് ഹോക്ക്മോത്തിന് എങ്ങനെയാണ് ഈ ശബ്ദം കിട്ടിയത് എന്നുള്ളതാണ്. അതൊരു പറ്റിക്കൽ ശബ്ദം മാത്രമാണോ എന്നുള്ളതല്ല. ഈ ശബ്ദം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്? അത് തേനീച്ചകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവര് തേൻ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ശബ്ദം ഉണ്ടാവുന്നത്. എന്റെ ഒറിജിൻ അവിടെ നിന്നാണ്. ഈ തേൻ കുടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് തേന് വായിലേക്ക് ഇട്ടിട്ടാണ് ഒഴുകിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലോക്ക് ആയിപ്പോയി അല്ലെ? അപ്പൊ തേന് പറഞ്ഞിട്ട് ഹൈലി എന്താ പറയാ തിക്കായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രൊബോസ്കിസ് ഉപയോഗിച്ചിട്ട് ഇത് വലിക്കണമെങ്കിൽ, സക്ക് ചെയ്യണമെങ്കിൽ ഈ വായുവിനെ ഉള്ളിലേക്ക് യഥേഷ്ടം വലിച്ച് പുറത്ത് വിടണം. വായു പുറത്തേക്ക് പോകണം. അങ്ങനെയാണ് ഈ ഡെസേർട്ട് ഹോക്ക്മോത്തിന്റെ ഈ സൈഡിലുള്ള ഒരു എയർ പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നത്. ഈ സക്ക് ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ആ വായു പുറത്തേക്ക് പോയാലേ ഉണ്ടാവുള്ളൂ. അപ്പോഴേ ആ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. നിങ്ങൾ ഒരു പൈപ്പില് വെള്ളം നിറച്ചിട്ട് അതിന്റെ ടോപ്പ് അടച്ചു പിടിച്ചിട്ട് താഴേക്ക് തൂക്കി പിടിച്ചാൽ വെള്ളം പുറത്തേക്ക് പോയില്ല. എപ്പോഴാ പൈപ്പിന്റെ ടോപ്പിൽ നമ്മൾ അമർത്തിയിരിക്കുന്ന വിരല് തുറന്നോ അപ്പോഴേ അത് താഴേക്ക് പോവുള്ളൂ. അതാണ് അത് ഈ ഫ്ലൂയിഡ്സിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ സാധനം അവിടെ രണ്ട് ഓപ്പണിംഗ് ഉണ്ടായത് കൊണ്ട് അതിലൂടെയാണ് ഇത് ശബ്ദം ഉണ്ടായത്. അപ്പൊ അത് ക്രമേണ ആ ശബ്ദം അവിടെ അതിലൂടെ വായു പുറത്തേക്ക് പോകുമ്പോൾ ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. ആ ശബ്ദം ഉണ്ടായത് ക്രമേണ ഇവോൾവ് ചെയ്തിട്ട് അത് തേനീച്ചയുടെ ശബ്ദവുമായിട്ട് ഒരു സാമ്യമുള്ള ശബ്ദത്തിലേക്ക് മാറി. അതാണത്. കാരണം ഇത് എവല്യൂഷനിൽ സംഭവിക്കുന്നതാണ്. കാരണം സർവൈവൽ സാധ്യത ആ ശബ്ദം അങ്ങനെ വരുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. അതൊരിക്കലും അത് ഇതിന്റെ തേനീച്ചകളുടെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമല്ലത്. ആ ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഈ തേൻ കുടിക്കുന്ന പ്രോസസ്സിൽ നിന്നാണ്. അത് പിന്നെ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തേനീച്ചകളുടെ ശബ്ദവുമായിട്ട് സാമ്യമുള്ള ശബ്ദം. അത് ഇവോൾവ് ചെയ്യുന്നത് ഒരിക്കലും ഇതിന് ബെനഫിഷ്യൽ ആയിട്ടല്ല. കാരണം തേനീച്ചകൾക്ക് ഈ ശലഭത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം ഈ ശബ്ദം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ശലഭത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല തേനീച്ചകൾക്ക് നമ്മളെ പോലെ അലർജി ഇല്ലല്ലോ. അപ്പൊ മനുഷ്യന് എന്താ ചെയ്യാൻ പറ്റും? തേനീച്ചയ്ക്ക് കുത്താൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ തേൻ കുടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിഫൻസ് ഒന്നും അല്ല. അത്രേ ഉള്ളത്. മോത്തിന്റെ കാറ്റൽ പില്ലേഴ്സ് റിയർ ചെയ്യുമ്പോൾ അതിന്റെ അലർജിക് റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കൈകാര്യം ചെയ്യുമ്പോൾ? അലർജി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഹെയറി കാറ്റർപില്ലേഴ്സിനെ ഒന്നും ഹാൻഡിൽ ചെയ്യരുത്. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കയറി നടന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അത് നിങ്ങളുടെ ഷർട്ടിന്റെയോ വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഹെയർസ് നമ്മളുടെ ശരീരത്തിൽ തട്ടും. അപ്പൊ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ടിപ്പ് നല്ല കൂർത്തിട്ടായിരിക്കും. മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇവരുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിലുള്ള ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കാറ്റർപില്ലർ കയറി നടന്നു പോയെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അലർജി ഉണ്ടാവില്ല. ഈവൻ ലിമക്കോഡിയുടെ ആണെങ്കിലും അതിനെ അറിയില്ല അതൊരു ത്രെട്ടാണ്. ഇത് ത്രെട്ടാണെന്ന് അറിയുന്ന അതിലൊരു സ്പർശം ഏൽക്കുമ്പോഴാണ്. ആ സ്പർശം ഏൽക്കുമ്പോഴേ ഈ ലിമക്കോഡിയുടെ ഈ സാധനം പുറത്തേക്ക് പോരുള്ളൂ. അപ്പോ അല്ലാത്ത രീതിയിൽ ഇത് ശരീരത്തിലൊന്നും കയറി കഴിഞ്ഞാൽ അലർജി ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും നിരന്തരമായിട്ടുള്ള സമ്പർക്കം നമ്മളിലേക്ക് ശരീരത്തിന് നല്ലതല്ലാത്ത സമ്പർക്കം വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരം ഇത് ശരിയല്ല എന്ന് പറയും. അത് എന്ത് ചെയ്താലും റിയാക്ട് ചെയ്യും. നമ്മളുടെ പ്രകൃതിയിൽ നമ്മളെ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിലപ്പുറം എന്ത് ചെയ്താലും നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യാൻ വരും. നമ്മളുടെ പുതിയ ക്യാൻസറുകളും എല്ലാം ഈ റിയാക്ഷൻ ഉണ്ടാവുന്നതാണ്. നമ്മൾ പറയും ഭക്ഷണം അധികം കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചിക്കൻ അധികം കഴിച്ചിട്ടാണ്, കൊളസ്ട്രോൾ, ഇതൊക്കെ റിയാക്ഷനാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മള് പ്രകൃതിക്ക് അനുസരിച്ചല്ലാതെ ജീവിക്കുമ്പോൾ മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കിട്ടുന്ന
അലർജികളൊക്കെ തന്നെയാണ് ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അതുപോലുള്ള ഒരു സംഗതി തന്നെയാണ് ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. നിങ്ങൾ അധികം കൈകാര്യം ചെയ്യുന്നതോടുകൂടി അത് അധികരിക്കും, യാതൊരു സംശയവുമില്ല. തുടക്കത്തിലായിരിക്കില്ല ഏറ്റവും മാരകമായിട്ടുള്ള അലർജി കിട്ടുക, അത് കാലങ്ങൾ കഴിയുമ്പോഴായിരിക്കും. അത് എന്റെ അനുഭവത്തിൽ നിന്നും കൂടി ഞാൻ പറയുകയാണ്. തുടക്കത്തിൽ നിങ്ങൾക്കൊന്നും ഒരു പുഴും ചൊറിയില്ല. ചിലപ്പോൾ ചൊറിഞ്ഞാലും നിങ്ങൾ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ചിട്ട് മുള്ളൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞാൽ മാറും. പക്ഷെ പിന്നീട് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള അലർജിയിലേക്ക് പോകും. അപ്പൊ അത് റിയർ ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ നോക്കരുത്. ഗ്ലൗസ് ഇടുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മോത്ത്സ് ഓഫ് ഇന്ത്യ ഫീൽഡ് ഗൈഡ് വാങ്ങുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോത്തിന്റെ സ്റ്റഡിക്ക് എത്രമാത്രം ഉപകാരപ്പെടും? അതുകൂടാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ കുറിച്ചും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിരിക്കും തോന്നുന്നു. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ. ഏത് പബ്ലിക്കേഷനും മോത്തിനെ കുറിച്ച് താല്പര്യമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും. ഇപ്പൊ നമ്മൾ പറയും അതിൽ എത്ര സ്പീഷീസ് ഉണ്ട്, അത് ഇത്രയേ ഉള്ളൂ. അതിപ്പോ ഈ പൂർണ്ണമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്പീഷീസിനും വെച്ചിട്ട് ഒരു പുസ്തകം ആർക്കും ഇറക്കാൻ പറ്റില്ല. ഒന്ന്, ഏതറിവും ഇപ്പം സഞ്ജയ് സോന്തിയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, അതെന്തായാലും മോശപ്പെട്ട ഒരു പുസ്തകം ആയിരിക്കില്ല. എനിക്ക് സഞ്ജയ് സോന്തിനെ നേരിട്ട് പരിചയമുണ്ട്. ആ നിലയ്ക്ക് അത് വാങ്ങാവുന്നതാണ്. പിന്നെ അതിൽ ഏതൊക്കെ സ്പീഷീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 1500 സ്പീഷീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സഞ്ജയ് സോന്തി ആയതുകൊണ്ട് കോമൺ സ്പീഷീസ് എന്തൊക്കെയാന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തായാലും ഒരു ചുരുങ്ങിയത് ഒരു 10,000 സ്പീഷീസിന്റെ പടം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോ അതിൽ 1500 തെരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ അതൊരു കോമൺ സ്പീഷീസുകളുടെ ബുക്കായിരിക്കും എന്നാണ് ധാരണ. അപ്പൊ അത് വാങ്ങാവുന്നതാണ്, യാതൊരു സംശയമില്ല. അത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് വേറെ ബുക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. അലർജി നേരെ തിരിച്ചല്ലേ വരണ്ടെന്നാ പറയുന്നത്. കൂടുതൽ എക്സ്പോസ്ഡ് ആയാൽ അലർജി പൊതുവെ കുറയുകയാണ് കാണാറുള്ളത്. അങ്ങനെയല്ല, അത് പൊതുവെ തെറ്റാണത്. എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ അലർജി ഇല്ലാതെയാവില്ല ചെയ്യുക. നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രയാസമാണ്. അത് പിന്നെ കൂടി വരിക ചെയ്യുക, യാതൊരു സംശയമില്ല. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, നമ്മൾ ഏജ്ഡ് ആവുമ്പോൾ നമ്മൾ സ്കിന്നിനാണ് അലർജി ഉണ്ടാവുക. സ്കിന്നിന്റെ പ്രോപ്പർട്ടി ഒക്കെ കുറഞ്ഞു വരും. ഇത് ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ്, എനിക്ക് മാത്രമല്ല പലരുടെയും അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമുക്ക് കമന്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങൾ എല്ലാം തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. ശരിക്കും സമയം കഴിഞ്ഞു. ഇടയ്ക്കുള്ള എന്റെ ചില ഇൻഎഫിഷ്യൻസി കാരണം ഉണ്ടായ വിഘ്നങ്ങൾക്കൊക്കെ സോറി പറയാണ്. എനിക്ക് ഈ പ്രസന്റേഷനൊന്നും അല്ലെങ്കിലും തീരെ താല്പര്യവും വഴക്കുമില്ലാത്തൊരു സാധനമാണ്. ഫ്രീ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും എളുപ്പമുള്ള രീതിയായിട്ട് കാണുന്നത്. അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുക. എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ എത്ര പേരുണ്ട്? 41 പേര്. 100 വരെ പോയിട്ടുണ്ടായിരുന്നു ഇടയില്. അവര് ബോറടിച്ച് പോയിട്ടുണ്ടാവും. 2 മണിക്കൂറായല്ലോ, പല പരിപാടികളും. അത് മാത്രമല്ല, 2 മണിക്കൂറായി. 2 മണിക്കൂറിലധികമായി ആൾക്കാർ വന്നിട്ട്. നമ്മൾ 1 മണിക്കൂറിലൊക്കെ ഒതുക്കാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും, അതാണ്. അപ്പൊ നന്ദി, നമസ്കാരം. മനോജ്, ഞാന് ക്ലോസ് ചെയ്തോളാം പതുക്കെ. ഔപചാരികമായി നന്ദി പറയണ്ടേ? ഓക്കെ. അപ്പോ നാഷണൽ മോത്ത് വീക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പരിപാടികൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും മോത്ത് സ്ക്രീൻ വെക്കലും ഒബ്സർവേഷൻസ് എടുക്കലും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മോത്തുകളുടെ ഈ രാപ്പാറ്റകളുടെ ഒരു ലോകം ബാലകൃഷ്ണൻ വളപ്പിൽ സാറിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ
മനസ്സിലാക്കാൻ പറ്റി. അപ്പോ ഇതുപോലെ ഇടയ്ക്ക് ഓരോ സെഷനുകളായിട്ട് ഇനിയും വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോ ബാലകൃഷ്ണൻ വളപ്പിൽ സാറിന് വാക്ക് വിത്ത് VC കൂട്ടായ്മയുടെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.